എല്ലാവർക്കും നമസ്കാരം. പ്രെപ് ടുഗദർ ക്ലാസ്സസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇന്ന് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനിലെ ഫണ്ടമെന്റൽ റൈറ്റ്സ് എന്ന ടോപ്പിക്ക് കണ്ടിന്യൂ ചെയ്യുവാണ്. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഫണ്ടമെന്റൽ റൈറ്റ്സിനെ കുറിച്ച് പഠിച്ചു. എന്തൊക്കെയാണ് നമ്മൾ പഠിച്ചത്? ഫണ്ടമെന്റൽ റൈറ്റ്സ് എവിടെയാണ് കൊടുത്തിട്ടുള്ളത്? ഫണ്ടമെന്റൽ റൈറ്റ്സ് ഭരണഘടനയിൽ പാർട്ട് 3 ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ഇതിൽ ഏതൊക്കെ ആർട്ടിക്കിളുകളാണ് ഈ ഒരു പാർട്ട് 3 ഉൾപ്പെടുത്തിയിട്ടുള്ളത്? ആർട്ടിക്കിൾ 12 മുതൽ 35 വരെയാണ്. ഈ ആർട്ടിക്കിളുകളൊക്കെ ഫണ്ടമെന്റൽ റൈറ്റ്സ് ആണോ? അല്ല, ഇതിലെല്ലാം ഫണ്ടമെന്റൽ റൈറ്റ്സ് അല്ല. ചിലത് ഡെഫിനിഷൻസും പിന്നെ ചിലത് നമ്മുടെ പാർലമെന്റിന് കൊടുത്തിട്ടുള്ള അധികാരങ്ങൾ എന്തൊക്കെയാണെന്നൊക്കെ പറയുന്ന കാര്യങ്ങളാണ്. അപ്പോൾ ഈ ആർട്ടിക്കിളുകൾ എന്തൊക്കെയാണെന്ന് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. അപ്പോൾ ആദ്യമായിട്ട് ആർട്ടിക്കിൾ നോക്കുമ്പോൾ നമുക്ക് ആദ്യമായിട്ട് വരുന്ന ആർട്ടിക്കിൾ ഏതാ? ആർട്ടിക്കിൾ 12 വെച്ചിട്ടാണ് ഈ പാർട്ട് 3 സ്റ്റാർട്ട് ചെയ്യുന്നത് അല്ലേ? അപ്പോൾ എന്താണ് ആർട്ടിക്കിൾ 12 പറയുന്നതെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ ഇവിടെ പറയുന്നത് ഡെഫിനിഷൻ ഓഫ് സ്റ്റേറ്റ് ആണ്. അതായത് സ്റ്റേറ്റ് എന്താണ് എന്നാണ് ഇവിടെ പ്രോപ്പറായിട്ട് ഡിഫൈൻ ചെയ്ത് തരുന്നത്. നമ്മൾ സാധാരണ സ്റ്റേറ്റ് എന്ന് പറയുമ്പോൾ സംസ്ഥാനമല്ലേ, സ്റ്റേറ്റ്സ്, യൂണിയൻ ടെറിട്ടറീസ് ഒക്കെ വെച്ച് നോക്കുമ്പോൾ സംസ്ഥാനം. നമ്മുടെ നിയമസഭയിൽ തന്നെ മുൻ MLA ആയിരുന്ന M സ്വരാജ് ഒരു വട്ടം പറഞ്ഞിട്ടുണ്ടായിരുന്നു, സ്റ്റേറ്റ് എന്ന് പറയുമ്പോൾ സംസ്ഥാനം അല്ലേ, ഇവിടെ സംസ്ഥാനം അല്ലാതൊന്നും ഇതിൽ ഉൾപ്പെടില്ലല്ലോ എന്നുള്ള രീതിയിലൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ സ്റ്റേറ്റ് എന്ന് നമ്മളുടെ ഭരണഘടനയിൽ പറയുമ്പോൾ വളരെ ബ്രോഡായിട്ടാണ് പറയുന്നത്. ഒരു ഗവൺമെന്റ് സിസ്റ്റം എന്ന് നമുക്ക് പറയാം. അപ്പോൾ ഈ ഒരു ഗവൺമെന്റ് സിസ്റ്റം എന്ന് പറയുമ്പോൾ അതിൽ പല കാര്യങ്ങളും ഉൾപ്പെടുന്നുണ്ട്. എന്തൊക്കെയാണ് ഉൾപ്പെടുന്നത് നമുക്ക് നോക്കാം. ഒന്നാമതായിട്ട് നമ്മളുടെ സെൻറ്ററിലുള്ള ഗവൺമെന്റ്, യൂണിയൻ ഗവൺമെന്റ് എന്ന് മാത്രം പറഞ്ഞാൽ പോരാ, ഗവൺമെന്റും പാർലമെന്റും. അതായത് എക്സിക്യൂട്ടീവ് ആൻഡ് ലെജിസ്ലേച്ചർ അറ്റ് ദി സെൻറ്റർ അഥവാ യൂണിയൻ. അപ്പോൾ കേന്ദ്ര ഗവൺമെന്റ് അതുപോലെ തന്നെ പാർലമെന്റും ഇതിൽ വരുന്നുണ്ട്. എക്സിക്യൂട്ടീവ് എന്ന് പറയുമ്പോൾ നമ്മളുടെ ഗവൺമെന്റ്, നമ്മുടെ പ്രസിഡന്റ്, വൈസ് പ്രസിഡന്റ്, കൗൺസിൽ ഓഫ് മിനിസ്റ്റേഴ്സ്, പ്രൈം മിനിസ്റ്റർ ഒക്കെ അടങ്ങുന്ന ആ ഒരു സിസ്റ്റം എക്സിക്യൂട്ടീവ്. പിന്നെ ലെജിസ്ലേച്ചർ എന്ന് പറയുമ്പോൾ നമ്മളുടെ പാർലമെന്റ്. അപ്പോൾ ഞാൻ മുൻപ് പറഞ്ഞില്ലേ, ഗവൺമെന്റ് നമ്മുടെ ഏത് മൗലിക അവകാശങ്ങളെ ലംഘിച്ചാലും നമുക്ക് കേസ് കൊടുക്കാമെന്ന്. അപ്പോൾ ഈ ഒരു സെന്ററിലുള്ള എക്സിക്യൂട്ടീവോ ലെജിസ്ലേച്ചറോ നമ്മളുടെ മൗലിക അവകാശങ്ങളെ ലംഘിക്കുകയാണെങ്കിൽ നമുക്ക് കേസ് കൊടുക്കാം. കഴിഞ്ഞില്ല, സ്റ്റേറ്റ് എന്നുള്ള ഡെഫിനീഷൻ കഴിഞ്ഞിട്ടില്ല, ഇനിയുമുണ്ട്. ഇനി അടുത്തതായിട്ട് വരുന്നത് ഗവൺമെന്റ് ആൻഡ് ലെജിസ്ലേച്ചർ ഓഫ് സ്റ്റേറ്റ്സ്. നമ്മളുടെ സംസ്ഥാനങ്ങളിലെ എക്സിക്യൂട്ടീവും ലെജിസ്ലേച്ചറും. എക്സിക്യൂട്ടീവ് എന്ന് പറയുമ്പോൾ ആരാ? എക്സിക്യൂട്ടീവ് എന്ന് പറയുമ്പോൾ നമ്മളെ ചീഫ് മിനിസ്റ്റർ, ഗവർണർ, അങ്ങനെ നമ്മളുടെ കൗൺസിൽ ഓഫ് മിനിസ്റ്റേഴ്സ് എല്ലാവരുമുള്ള എക്സിക്യൂട്ടീവും അതുപോലെ തന്നെ ലെജിസ്ലേച്ചർ നമ്മുടെ നിയമസഭ, ലെജിസ്ലേച്ചർ അറ്റ് സ്റ്റേറ്റ്. അപ്പോൾ സംസ്ഥാന തലത്തിലുള്ള ആ ഒരു ലെജിസ്ലേച്ചറും ഗവൺമെന്റും ഉൾപ്പെടുന്നുണ്ട്. ഇനി അത് കഴിഞ്ഞാൽ നമ്മളുടെ ഓൾ ലോക്കൽ അതോറിറ്റീസ്, ദാറ്റ് ഈസ് മുനിസിപ്പാലിറ്റീസ്, പഞ്ചായത്ത്, ഡിസ്ട്രിക്ട് ബോർഡ്സ്, ഇംപ്രൂവ്മെന്റ് ട്രസ്റ്റ് എക്സെട്ര. ഇപ്പോൾ നമ്മളുടെ ഇവിടെ നമ്മളെ ലോക്കൽ ലെവലിൽ ആരാണോ ഭരിക്കുന്നത്, മുനിസിപ്പാലിറ്റി ആണെങ്കിൽ മുനിസിപ്പാലിറ്റി, പഞ്ചായത്ത് ആണെങ്കിൽ പഞ്ചായത്ത്, ഡിസ്ട്രിക്ട് ബോർഡ് ആണെങ്കിൽ അങ്ങനെ പല സിസ്റ്റംസ് ഉണ്ടാവും. ഒരു ഗവൺമെന്റ് ആയിട്ട് അവിടെ റെപ്രസെന്റ് ചെയ്യുന്നത് ആരാണോ അവരൊക്കെ ഉൾപ്പെടും. അപ്പോൾ ലോക്കലായിട്ടുള്ള ഗവൺമെന്റ് സിസ്റ്റം, അവിടുത്തെ ലെജിസ്ലേച്ചർ ആണെങ്കിൽ അത് അങ്ങനെ. ഇനി ഇവിടെയും കഴിഞ്ഞില്ല, ഓൾ അതർ അതോറിറ്റീസ് ദാറ്റ് ഈസ് സ്റ്റാറ്റ്യൂട്ടറി ഓർ നോൺ സ്റ്റാറ്റ്യൂട്ടറി അതോറിറ്റീസ് ലൈക്ക് LIC, ONGC, സെയിൽ. ഇതൊക്കെ ഒരു ഗവൺമെന്റ് അണ്ടർടേക്കിംഗ് ആയിട്ട് വരുന്ന കമ്പനികളൊക്കെ അല്ലേ. അപ്പോൾ ഇവരെയും നമ്മളുടെ ഒരു ഗവൺമെന്റ് സിസ്റ്റത്തിൽ സ്റ്റേറ്റ് എന്ന പദത്തിന്റെ കീഴിൽ വരുന്നുണ്ട്, സ്റ്റേറ്റ് എന്ന ഡെഫിനീഷന്റെ കീഴിൽ വരുന്നുണ്ട്. അപ്പോൾ നമ്മൾ സ്റ്റേറ്റ് എന്ന് പറയുമ്പോൾ സംസ്ഥാനം എന്ന് മാത്രമല്ല നമ്മൾ വിചാരിക്കേണ്ടേ, അത് നമ്മളൊരു യൂണിയൻ ആൻഡ് ഇറ്റ്സ് ടെറിട്ടറീസ് അങ്ങനെ പറയുമ്പോൾ, കേരളം, തമിഴ്നാട് എന്നുള്ള രീതിയിൽ പറയുമ്പോൾ ശരി, സ്റ്റേറ്റ് എന്ന് വെച്ചാൽ സംസ്ഥാനമാണ്. പക്ഷെ ഭരണഘടനയിൽ നമ്മളുടെ ഫണ്ടമെന്റൽ റൈറ്റ്സിൽ ഞാൻ പറഞ്ഞില്ലേ, സ്റ്റേറ്റ് ഏത് മൗലികാവകാശം ലംഘിച്ചാലും നമുക്ക് കേസ് കൊടുക്കാമെന്ന്. അപ്പോൾ ആ സ്റ്റേറ്റ് ആയിട്ട് വരുന്നത് ഇവരൊക്കെയാണ്. എക്സിക്യൂട്ടീവ് ആൻഡ് ലെജിസ്ലേച്ചർ അറ്റ് ദ സെൻറ്റർ, എക്സിക്യൂട്ടീവ് ആൻഡ് ലെജിസ്ലേച്ചർ അറ്റ് ദ സ്റ്റേറ്റ് ലെവൽ ആൻഡ് ലോക്കൽ ഗവൺമെന്റ്, ലെജിസ്ലേച്ചർ ഒക്കെ ആണെങ്കിൽ ആ ഒരു സിസ്റ്റം. അപ്പോൾ അതും വരുന്നുണ്ട്. ഇനി നമ്മളുടെ അവസാനമായിട്ട് വരുന്നത് എന്താ? സ്റ്റാറ്റ്യൂട്ടറി ആൻഡ് നോൺ സ്റ്റാറ്റ്യൂട്ടറി അതോറിറ്റീസ് ലൈക്ക് LIC, ONGC, നമ്മളുടെ ഗവൺമെന്റിൻ്റെതായിട്ടുള്ള കമ്പനികളും കാര്യങ്ങളും ഒക്കെ അവിടെ ഉൾപ്പെടും. അപ്പോൾ ഇവർ നമ്മളുടെ എന്തെങ്കിലും രീതിയിലുള്ള മൗലിക അവകാശങ്ങൾ ലംഘിച്ചാലും നമുക്ക് കേസ് കൊടുക്കാവുന്നതാണ്. അതാണ് ഒരു ബ്രോഡർ സെൻസിലായിട്ട് പറഞ്ഞിട്ടുള്ളത്. പിന്നെ നമ്മളെ സുപ്രീം കോടതി ഇതിനെ വീണ്ടും ഇതിലും കൂടുതൽ ബ്രോഡർ ആക്കിയിട്ടുണ്ട്. അപ്പോൾ അക്കോർഡിംഗ് ടു സുപ്രീം കോർട്ട് അവർ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അക്കോർഡിംഗ് ടു സുപ്രീം കോർട്ട് ഇവിടെ നമ്മളുടെ ഗവൺമെന്റിന് വേണ്ടി ഇപ്പോൾ പണ്ടത്തെ പോലെ അല്ലല്ലോ, LPG സ്കീമൊക്കെ കൊണ്ടുവന്നു. ഇപ്പം എന്താ LPG സ്കീം എന്ന് പറയുമ്പോൾ ലിബറലൈസേഷൻ, പ്രൈവറ്റൈസേഷൻ, ഗ്ലോബലൈസേഷൻ അതൊക്കെ കൊണ്ടുവന്ന് പിന്നെ
പ്രൈവറ്റ് എൻറ്റിറ്റീസ് ആണ് ഗവൺമെന്റിൻ്റെതായിട്ട് കുറേ കാര്യങ്ങൾ ഏറ്റെടുത്ത് നടത്തുന്നത്. ഇപ്പോൾ ഗവൺമെന്റിന്റെ പല എക്സാംസ് വരെ ഇപ്പൊ എന്താ TCS ഒക്കെ നടത്തുന്നുണ്ട്. അപ്പോൾ അവിടെയൊക്കെ ഗവൺമെന്റും ആയിട്ട് അടുത്ത് പ്രവർത്തിക്കുന്നുണ്ടാവില്ലേ, ഒരു ഗവൺമെന്റിന്റെ റെപ്രസെന്റേറ്റീവ് ആയിട്ടോ അല്ലെങ്കിൽ ഗവൺമെന്റിന്റെ കാര്യങ്ങൾ ഫുൾഫിൽ ചെയ്യാനായിട്ടോ ഒരു പ്രൈവറ്റ് എൻറ്റിറ്റി വർക്ക് ചെയ്യുകയാണെങ്കിൽ അവരെയും സ്റ്റേറ്റ് എന്നുള്ള പദത്തിന്റെ കീഴിൽ കൊണ്ടുവരാം. ഇപ്പൊ ഒരു നാഷണൽ ഹൈവേ പണിയാണ് ഗവൺമെന്റിന് വേണ്ടി, അപ്പൊ ആ നാഷണൽ ഹൈവേ പണിയുന്ന കമ്പനി ആരാണോ അവരും സ്റ്റേറ്റിന്റെ ഡെഫിനിഷനിൽ ഉൾപ്പെടും എന്നാണ് ഇവിടെ നമ്മളെ സുപ്രീം കോടതി ഇതിനെ കുറച്ചും കൂടെ ബ്രോഡർ ആക്കിയിട്ടുള്ളത്. അപ്പോൾ മാക്സിമം നമ്മളെ സ്റ്റേറ്റിനെ ഏതെങ്കിലും രീതിയിൽ അവർ പ്രതിനിധീകരിക്കുന്നുണ്ടെങ്കിൽ അവർ സ്റ്റേറ്റ് എന്ന് തന്നെയാണ് വിളിക്കപ്പെടുക. അപ്പോൾ അവർ നമ്മളുടെ മൗലികാവകാശങ്ങൾ ലംഘിച്ചു കഴിഞ്ഞാൽ നമുക്ക് നേരെ കൊണ്ടുപോയിട്ട് കേസ് കൊടുക്കാൻ പറ്റും. അതാണ് നമ്മളുടെ ആർട്ടിക്കിൾ 12 നിങ്ങൾ എന്തൊക്കെയാണ് സ്റ്റേറ്റ് എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കേണ്ടത്. അപ്പോൾ ആർക്കൊക്കെതിരെ സ്റ്റേറ്റ് നമ്മളുടെ മൗലികാവകാശങ്ങൾ ലംഘിക്കുന്നതായിട്ട് നമുക്ക് കേസ് കൊടുക്കാമെന്നാണ് ആർട്ടിക്കിൾ 12 ആ ഡെഫിനേഷൻ വഴി നമുക്ക് പറഞ്ഞു തരുന്നത്. ഈ ഒരു ഡെഫിനേഷൻ ഇല്ലെങ്കിലോ സ്റ്റേറ്റ് എന്ന് പറയുമ്പോൾ ആരാ? ഇപ്പോൾ ഒരു പ്രൈവറ്റ് കമ്പനി ഗവൺമെന്റിനായിട്ട് എന്തെങ്കിലും ചെയ്യുകയാണെങ്കിൽ നമുക്ക് കൊണ്ടുപോയി കേസ് കൊടുക്കാൻ പറ്റുമോ? അവർ പറയും സ്റ്റേറ്റ് എന്ന് പറയുമ്പോൾ ഗവൺമെന്റ് അല്ലേ, അപ്പോൾ അവിടെ ഞങ്ങൾ ഉൾപ്പെടുന്നില്ലല്ലോ, ഞങ്ങളൊരു പ്രൈവറ്റ് കമ്പനി അല്ലേ, ഞങ്ങൾ ഈ പ്രൊജക്റ്റ് ചെയ്യുന്നു എന്നല്ലേ ഉള്ളൂ. അങ്ങനെയൊക്കെ പറഞ്ഞ് അവർ ഒഴിഞ്ഞു മാറാനുള്ള സാധ്യതയൊക്കെ ഉണ്ട്. അല്ലെങ്കിൽ ഇപ്പോൾ TCS ഒരു എക്സാം നടത്തുവാണ്, ഞങ്ങൾക്കെതിരെ ഒന്നും ചെയ്യാൻ പറ്റില്ല, ഞങ്ങൾക്ക് ഇഷ്ടമുള്ളവരെ കൊണ്ടുവന്ന് വയ്ക്കും. ഇവിടെ ഗവൺമെന്റിന്റെ ഒരു ഡെഫിനീഷൻ പ്രോപ്പറായിട്ട് കൊടുത്തിട്ടില്ലല്ലോ. അതുകൊണ്ടാണ് ഡെഫിനീഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആവുന്നതും നമ്മളുടെ ഫണ്ടമെന്റൽ റൈറ്റ്സിലത്തെ പാർട്ട് 3 ഡെഫിനീഷൻ വെച്ച് തന്നെ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നതും. അപ്പോൾ അവിടെ നമ്മുടെ ആർട്ടിക്കിൾ 12 കഴിഞ്ഞു. ഇനി നമുക്ക് വരുന്നത് ആർട്ടിക്കിൾ 13 ആർട്ടിക്കിൾ 13 എന്താണ് പറഞ്ഞിരിക്കുന്നത്? ആർട്ടിക്കിൾ 13 പറഞ്ഞിരിക്കുന്നത് ലോസ് ഇൻകൺസിസ്റ്റന്റ് വിത്ത് ദ ഫണ്ടമെന്റൽ റൈറ്റ്സ്, അതായത് നമ്മളുടെ മൗലിക അവകാശങ്ങളോട് യോജിച്ചു പോകാത്ത നിയമങ്ങൾ ഉണ്ടെങ്കിൽ ആ നിയമങ്ങളെ നമ്മളെ സുപ്രീം കോടതിക്ക് എടുത്തു കളയാൻ പറ്റും. നമ്മളുടെ കോടതികൾക്ക്, നമ്മളെ ജുഡീഷ്യറി സിസ്റ്റത്തിന് അത് എടുത്തു കളയാൻ പറ്റും എന്നാണ് ആർട്ടിക്കിൾ 13 പറയുന്നത്. അപ്പോൾ ലോസ് ഇൻകൺസിസ്റ്റന്റ് ഉണ്ടെങ്കിൽ അത് ഇല്ലാണ്ടാവും, അതിനെ എടുത്ത് കളയാനുള്ള അധികാരം നൽകുന്നതാണ് ഈ ഒരു ആർട്ടിക്കിൾ 13. അപ്പോൾ ലോസ് ഇൻകൺസിസ്റ്റന്റ് ആണെന്ന് നമ്മൾ എങ്ങനെയാണ് മനസ്സിലാക്കുക? ജുഡീഷ്യൽ റിവ്യൂ വഴി. അപ്പോൾ ജുഡീഷ്യൽ റിവ്യൂ ആണ് ഇവിടെ റെഫർ ചെയ്യുന്നത്. നമുക്ക് നമ്മളുടെ സുപ്രീം കോടതിക്കോ ഹൈക്കോടതിക്കോ ജുഡീഷ്യൽ റിവ്യൂ ചെയ്യാൻ പറ്റും. ഈ ഒരു നിയമം ആക്ച്വലി നമ്മളുടെ ഫണ്ടമെന്റൽ റൈറ്റ്സിനോട് യോജിച്ചു പോകുന്നതാണോ, നമ്മളെ ഫണ്ടമെന്റൽ റൈറ്റ്സിനെ ഹനിക്കുന്ന എന്തെങ്കിലും ആ ഒരു നിയമത്തിലുണ്ടെങ്കിൽ അവിടെ അത് നമ്മളുടെ സുപ്രീം കോടതിക്കോ ഹൈക്കോടതിക്കോ എടുത്തു കളയാൻ പറ്റും. നമുക്ക് കേസ് കൊടുക്കാൻ പറ്റുന്നത് എന്തുകൊണ്ടാ? ആർട്ടിക്കിൾ 32 കോൺസ്റ്റിറ്റ്യൂഷണൽ റെമഡീസ്, നമ്മൾ 32 കുറിച്ച് പഠിക്കും. അപ്പോൾ കോൺസ്റ്റിറ്റ്യൂഷണൽ റെമഡീസ്, നമ്മളുടെ മൗലികാവകാശങ്ങൾ ലംഘിച്ച് നമുക്ക് കൊണ്ടുപോയി കേസ് കൊടുക്കാന്ന് പറഞ്ഞില്ലേ. അപ്പോൾ കേസ് കൊടുക്കുമ്പോഴും ഈ സുപ്രീം കോടതി ജുഡീഷ്യൽ റിവ്യൂ തന്നെയല്ലേ നോക്കണേ. ഇവിടെ നിയമത്തിന്റെ കാര്യത്തിൽ, ഒരു നിയമം പാസ്സാക്കിയതിന്റെ കാര്യത്തിൽ നമ്മൾ പറയാണ് ഇന്ന നിയമം തെറ്റാണെന്ന് പറഞ്ഞാൽ നമ്മൾ സുപ്രീം കോടതിയിൽ ആർട്ടിക്കിൾ 32 പ്രകാരം നമ്മൾ ഒരു കേസ് കൊടുക്കുമ്പോൾ സുപ്രീം കോടതി അവിടെ ജുഡീഷ്യൽ റിവ്യൂ ഉപയോഗിക്കുകയാണെങ്കിൽ അതെന്താ? ആർട്ടിക്കിൾ 13 ആർട്ടിക്കിൾ 13 പ്രകാരമാണ് ജുഡീഷ്യൽ റിവ്യൂ വരുന്നത്. അപ്പോൾ ആർട്ടിക്കിൾ 13 പ്രകാരം ജുഡീഷ്യൽ റിവ്യൂ ചെയ്യാൻ നമ്മളെ സുപ്രീം കോടതിക്ക് പറ്റുന്നത് ആർട്ടിക്കിൾ 32 കോൺസ്റ്റിറ്റ്യൂഷണൽ റെമഡീസിൽ സുപ്രീം കോടതിക്ക് ഇങ്ങനൊരു അധികാരം നൽകിയിട്ടുണ്ട്. ഭരണഘടനാ വിരുദ്ധമായിട്ടുള്ള കാര്യങ്ങൾ പരിഹരിക്കാൻ അവിടെ ഭരണഘടനാ വിരുദ്ധമെന്നല്ല, ഫണ്ടമെന്റൽ റൈറ്റ്സിന് വിരുദ്ധമായിട്ടുള്ള കാര്യങ്ങൾ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ അവിടെ പ്രോപ്പർ ആയിട്ടുള്ള ഒരു വിധി നൽകാൻ സുപ്രീം കോടതിക്ക് ഒരു കടമ നൽകിയിട്ടുണ്ട്. അതുപോലെ തന്നെ ആർട്ടിക്കിൾ 226 പ്രകാരം ഹൈക്കോടതിക്കും ആ കടമ നൽകിയിട്ടുണ്ട്. എന്തുകൊണ്ടാണെന്നറിയോ? സുപ്രീം കോടതി ഫണ്ടമെന്റൽ റൈറ്റ്സിന്റെ ഗ്യാരണ്ടിയർ ആവുന്നത്. കാരണം ഫണ്ടമെന്റൽ റൈറ്റിൽ തന്നെ 32 തന്നെ പറയുന്നുണ്ട്, പാർട്ട് 3 ഉള്ളിൽ തന്നെ സുപ്രീം കോടതിനെ കുറിച്ച് പറയുന്നുണ്ട്. പക്ഷെ ഹൈക്കോടതിനെ കുറിച്ച് വെറും ഒരു കോൺസ്റ്റിറ്റ്യൂഷണൽ റൈറ്റ് ആയിട്ടാണ് പറയണത്. ആർട്ടിക്കിൾ 226 പാർട്ട് 3 പുറത്ത്, ഫണ്ടമെന്റൽ റൈറ്റ്സിന്റെ പുറത്താണ് പറയുന്നത്. അതുകൊണ്ടാണ് സുപ്രീം കോടതിയാണ് ഡിഫെൻഡ് ചെയ്യുന്നതെന്ന് പറയുന്നത്. കാരണം അറ്റ് ദ എൻഡ് ഓഫ് ദ ഡേ സുപ്രീം കോടതിക്ക് എന്തായാലും കേസ് പരിഗണിച്ചേ പറ്റൂ. ഹൈക്കോടതിയിൽ അതൊരു ഫണ്ടമെന്റൽ റൈറ്റ് പ്രകാരം വരുന്നൊരു കാര്യമല്ല. അതുകൊണ്ടാണ് സുപ്രീം കോടതിക്ക് ആ ഒരു പ്രാമുഖ്യം കൊടുത്തിട്ടുള്ളത്. നമ്മളുടെ ഒരു ഡിഫൻഡർ അല്ലെങ്കിൽ ഗ്യാരണ്ടിയർ ഒക്കെ പറയുമ്പോൾ സുപ്രീം കോടതിക്ക് പ്രാമുഖ്യം കൊടുത്തിട്ടുള്ളത് അതുകൊണ്ടാണ്. അല്ലെങ്കിൽ നമുക്ക് അറിഞ്ഞൂടെ, ഹൈക്കോടതിയിലും കേസ് പോവാലോ. പക്ഷെ ഫണ്ടമെന്റൽ റൈറ്റ് ആയിട്ട് നമുക്ക് സുപ്രീം കോടതിയിലാണ് പോകാൻ പറ്റുക.
അപ്പോൾ അവിടെ നമ്മളുടെ ലോസ് ഇൻകൺസിസ്റ്റന്റ് വിത്ത് ഫണ്ടമെന്റൽ റൈറ്റ്സ് എന്ന് നമ്മൾ പറഞ്ഞു. അപ്പോൾ ലോസ് ഇൻകൺസിസ്റ്റന്റ് വിത്ത് ഫണ്ടമെന്റൽ റൈറ്റ്സ് എന്ന് പറയുമ്പോഴും നമ്മളുടെ ഭരണഘടനയിൽ ഓരോ വാക്കും വളരെ ബ്രോഡായിട്ടാണ് ഉപയോഗിച്ചിട്ടുള്ളത്. ഇവിടെയും വളരെ ബ്രോഡായിട്ട് തന്നെ ഉപയോഗിച്ചിട്ടുള്ളത്. നിയമം എന്ന് പറയുമ്പോൾ വെറുതെ ഒരു എന്താ പറയുക നമ്മളെ പാർലമെന്റോ നിയമസഭയോ പാസ്സാക്കിയ നിയമം മാത്രമല്ല, ഇതിൽ കുറേ കാര്യങ്ങൾ വരുന്നുണ്ട്. അപ്പോൾ ഇവിടെ നിയമം എന്ന ഒരു ഡെഫിനീഷന്റെ കീഴിൽ എന്തൊക്കെയാണ് വരുന്നതെന്ന് നോക്കാം. ഒന്നാമതായിട്ട് പെർമനന്റ് ലോസ് എനാക്റ്റഡ് ബൈ ദി പാർലമെന്റ് ഓർ ദ സ്റ്റേറ്റ് ലെജിസ്ലേച്ചേഴ്സ്. അതായത് ഇപ്പോൾ നമ്മളുടെ ഏതെങ്കിലും ഒരു നിയമം പാസ്സാക്കാണ്, ഇപ്പോൾ ഒരു ടെലികോം നിയമം പാസ്സാക്കാണ്, അത് നമ്മളുടെ പാർലമെന്റ് വഴി പാസ്സാക്കി, അത് പ്രോപ്പറായിട്ട് അവിടുത്തെ മെജോറിറ്റി വെച്ചിട്ട് തന്നെ പാസ്സാക്കി. അപ്പോൾ പെർമനന്റ് ലോ ആണത് അല്ലേ, അത് എന്നും നിലനിൽക്കും. ഇനി പാർലമെന്റ് അത് റിപ്പീൽ ചെയ്യുന്നത് വരെ അത് നിലനിൽക്കും. അപ്പോൾ പെർമനന്റ് ലോ ബൈ ദ പാർലമെന്റ് ഓർ സ്റ്റേറ്റ് ലെജിസ്ലേച്ചർ, ഇത് ഒരു ഭാഗമാണ്. ഡെഫിനീഷൻ, നിയമത്തിന്റെ ഡെഫിനീഷനിൽ വരുന്ന ഒരു ഭാഗമാണ്. പെർമനന്റ് ലോ മാത്രമല്ല. അടുത്തതായിട്ട് എന്താ, ഓർഡിനൻസ്. ഓർഡിനൻസ് എന്നുള്ളത് നമ്മൾ പിന്നീട് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കും. എന്നാലും ഞാൻ ജസ്റ്റ് ഒരു ബ്രീഫ് ആയിട്ടൊരു ഡെഫിനേഷൻ പറയാം. ഓർഡിനൻസ് എന്ന് പറയുമ്പോൾ ഈ പെർമനന്റ് ലോ പാർലമെന്റിൽ മെജോറിറ്റി വെച്ച് അവർ പാസ്സാക്കുന്നതല്ലേ. ഓർഡിനൻസ് എന്ന് പറയുമ്പോൾ പാർലമെന്റിൽ പാസ്സാക്കുന്നതല്ല. ഇപ്പം നമ്മുടെ ലോക്സഭയൊക്കെ കുറേ നാളായിട്ട് കൂടുന്നൊന്നുമില്ലെങ്കിൽ ലോക്സഭ കൂടുന്നില്ലല്ലോ, പക്ഷെ നിയമം പാസ്സാക്കിയേ പറ്റൂ. അപ്പം എന്തുണ്ടാവുമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ എക്സിക്യൂട്ടീവ്, നമ്മളുടെ കൗൺസിൽ ഓഫ് മിനിസ്റ്റേഴ്സും CM ഒക്കെ കൂടിയിട്ട് നമ്മളുടെ ഗവർണറോട് ശുപാർശ ചെയ്യും ഈ ഒരു നിയമം ഓർഡിനൻസ് ആയിട്ട് പാസ്സാക്കണം. പിന്നീട് കുറച്ച് നാൾ കഴിഞ്ഞിട്ട് അതിനുള്ള ടൈം പീരീഡ് ഒക്കെ ഉണ്ട്. ആ ടൈം പീരീഡ് കഴിയുമ്പോൾ നമ്മളുടെ പാർലമെന്റിൽ അത് പാസ്സാക്കി നിയമമാക്കിയാൽ മതി. അതുവരെ പാർലമെന്റ് പാസ്സാക്കാതെ തന്നെ, അതായത് നമ്മളുടെ റെപ്രസെൻറ്റേറ്റീവ്സ് അല്ല പാർലമെന്റ് ഇരിക്കുന്നത്, നമ്മളുടെ റെപ്രസെൻറ്റേറ്റീവ്സ് അംഗീകരിച്ചാൽ മാത്രമേ ശരിക്കും ഒരു നിയമം നിലവിൽ വരുള്ളൂ. പക്ഷെ ആ പാർലമെന്റിനോട് ചോദിക്കാതെ തന്നെ, പാർലമെന്റ് എന്താ പറയുക കൂടാത്ത സമയത്ത് ഒന്നൊക്കെയാണ് പറയണു. അപ്പോൾ കൂടാത്ത സമയത്ത് നമ്മൾ ഇവിടെ പാർലമെന്റിനോട് ചോദിക്കാതെ എക്സിക്യൂട്ടീവ് നമ്മളുടെ പ്രസിഡന്റ് വഴി കേന്ദ്രത്തിൽ, അതുപോലെ തന്നെ സ്റ്റേറ്റിലാവുമ്പോൾ നമ്മളുടെ ഗവർണർ വഴി ഒരു നിയമം പാസ്സാക്കുന്നതിനെയാണ് ഓർഡിനൻസ് എന്ന് വിളിക്കുന്നത്. അത് ടെമ്പററി ലോ ആണ്. എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് പാർലമെന്റ് പാസ്സാക്കുന്നത് വരെയാണ്, അല്ലെങ്കിൽ നിയമസഭ പാസ്സാക്കുന്നത് വരെയാണ്. ആ ഒരു കാലയളവേ കാക്കുള്ളൂ. ഒരു 6 മാസത്തിൻ്റെ ഒക്കെ കാലയളവ് ഉണ്ടാവും. അതിനുള്ളിൽ നിയമസഭ അല്ലെങ്കിൽ പാർലമെന്റ് അത് പാസ്സാക്കിയിട്ടുണ്ടാവണം. ഇൻ കേസ് ആ ഒരു സംഭവം പിന്നീട് പാർലമെന്റ് അല്ലെങ്കിൽ നിയമസഭ കൂടിയ സമയത്ത് അവർ പാസ്സാക്കുന്നില്ലെങ്കിൽ ആ നിയമം അസാധുവായി പോവും. അതുവരെ മാത്രമേ അതിനൊരു ആയുസ് ഉണ്ടാവുള്ളൂ. അത് കഴിയുമ്പോൾ ഡെഡായി പോവും. ആദ്യത്തേത് പക്ഷേ പാർലമെന്റ് നമ്മളുടെ റെപ്രസെൻറ്റേറ്റീവ് പാസ്സാക്കുന്നതാണ്. അതുകൊണ്ട് തന്നെ അത് എന്നും നിലനിൽക്കും, പാർലമെന്റ് തന്നെ റിപ്പീൽ ചെയ്യുന്നത് വരെ. ഓർഡിനൻസ് പക്ഷേ ആ ഒരു നിയമസഭ അല്ലെങ്കിൽ പാർലമെന്റ് കൂടുന്നത് വരെ. പാർലമെന്റ് കൂടിയിട്ട് ആ ഒരു നിശ്ചിത സമയത്തിനുള്ളിൽ അവരത് പാസ്സാക്കുന്നില്ലെങ്കിൽ ആ ഓർഡിനൻസ് ഇല്ലാണ്ടായി പോകും. അപ്പോൾ ഓർഡിനൻസും ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഓർഡിനൻസിനെ കുറിച്ച് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കുന്നതാണ്. ഇനി അത് കഴിഞ്ഞാൽ പിന്നെ സ്റ്റാറ്റ്യൂട്ടറി ഇൻസ്ട്രുമെന്റ്സ് ലൈക്ക് ദ നേച്ചർ ഓഫ് ഡെലിഗേറ്റഡ് ലെജിസ്ലേഷൻ ലൈക്ക് ഓർഡർ, ബൈലോ, റൂൾ, റെഗുലേഷൻ ഓർ നോട്ടിഫിക്കേഷൻ. ഇപ്പോൾ നമ്മളുടെ ഗവൺമെൻറ് ഒരു നോട്ടിഫിക്കേഷൻ പുറപ്പെടുവിക്കുകയാണ്. ഇപ്പോൾ എന്തെങ്കിലും കാര്യങ്ങളെക്കുറിച്ച്, ഒരു ജോലിയെ കുറിച്ചോ കാര്യങ്ങളെക്കുറിച്ചോ ഒക്കെ ഒരു നോട്ടിഫിക്കേഷൻ പുറപ്പെടുവിക്കുകയാണ്, ഒരു ബൈലോ പുറപ്പെടുവിക്കുകയാണ്, ഒരു ഓർഡർ പുറപ്പെടുവിക്കുകയാണ്. ഇപ്പോൾ ഇന്ന ആൾക്കാർക്ക് റിസർവേഷൻ കൊടുക്കണമെന്നോ അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് ഒരു ഓർഡർ പുറപ്പെടുവിക്കുകയാണ്. ഇതൊക്കെ എന്തായിട്ട് കൺസിഡർ ചെയ്യും? നമ്മളുടെ ഒരു നിയമമായിട്ട് തന്നെ കൺസിഡർ ചെയ്യും. പിന്നെ അത് മാത്രമല്ല, ഡെലിഗേറ്റഡ് ലെജിസ്ലേഷൻ എന്ന് പറയുമ്പോൾ എന്താ? ഡെലിഗേറ്റഡ് ലെജിസ്ലേഷൻ എന്ന് പറഞ്ഞാലേ നമ്മളുടെ പാർലമെന്റ് നിയമം പാസ്സാക്കാതെ റൂൾസ് ഒക്കെ ഫോം ചെയ്യാനായിട്ട് ഡിപ്പാർട്ട്മെന്റുകൾക്ക് എക്സിക്യൂട്ടീവിന് നൽകില്ലേ, അതിനെയാണ് നമ്മളുടെ ഡെലിഗേറ്റഡ് ലെജിസ്ലേഷൻ എന്ന് പറയുക. ഇപ്പോൾ നമ്മളുടെ കേരള സർവീസ് റൂൾസിനെ കുറിച്ചൊക്കെ PSCയിൽ പഠിക്കുമ്പോൾ പഠിക്കാറുണ്ട്. ഈ കേരള സർവീസ് റൂൾ എന്നുള്ളത് ഒരു പെർമനന്റ് ലോ ആണോ? നമ്മളുടെ നിയമസഭ പാസ്സാക്കിയ ഒരു ലോ ആണോ? അല്ല. അത് നമ്മളുടെ ഡിപ്പാർട്ട്മെന്റിന് പ്രൊവൈഡ് ചെയ്തിട്ട് ഡിപ്പാർട്ട്മെന്റ് റൂളുകൾ മാത്രമാണ് അവിടെ ഫോം ചെയ്തിട്ടുള്ളത്. റൂൾസ് മാത്രം ഫോം ചെയ്തതാണ്. ആ റൂൾസ് ഡിപ്പാർട്ട്മെന്റ് ആണ് ഫോം ചെയ്യുന്നത്. അപ്പോൾ നമ്മളുടെ നിയമസഭ ഡിപ്പാർട്ട്മെന്റിന് അധികാരം കൊടുക്കുകയാണ്, നിങ്ങൾ ഇതിനെപ്പറ്റി റൂളുകൾ ഉണ്ടാക്കിക്കോളൂ. ഡെലിഗേറ്റ് ചെയ്തിരിക്കുകയാണ്. അതാണ് ഇവിടെ ഡെലിഗേറ്റഡ് ലെജിസ്ലേഷൻ എന്ന് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഡെലിഗേറ്റഡ് ലെജിസ്ലേഷനെയും നമ്മൾ ഒരു നിയമമായിട്ട് തന്നെ കൂട്ടും. പിന്നെ നോൺ ലെജിസ്ലേറ്റീവ് സോഴ്സസ് ഓഫ് ലോ, ദാറ്റ് ഈസ് കസ്റ്റം ഓർ യൂസേജ് ഹാവിങ് ദി ഫോഴ്സ് ഓഫ് ലോ. അതായത് ഒരു നിയമം പോലെ നിലനിൽക്കുന്ന ഇവിടുത്തെ കുറേ ആചാരാനുഷ്ഠാനങ്ങൾ ഉണ്ടാവില്ലേ, കുറേ നാളായിട്ട് നമ്മൾ
ശീലിച്ചു പോന്നിട്ടുള്ള ആചാരാനുഷ്ഠാനങ്ങൾ ഉണ്ടാവുമല്ലോ, അതൊക്കെ നമ്മളുടെ നിയമമായിട്ട് തന്നെ കൂട്ടും. അത് ഒരു നിയമം പോലെയാണ് അവിടെ നിലനിൽക്കുന്നത്. കാരണം അത്രയും വ്യവസ്ഥാപിതമായിരിക്കും. ഒരു നിയമം പോലെ തന്നെയായിരിക്കും ഒരു ആചാരം എന്ന് പറയുന്നത്. ആ ആചാരങ്ങളെയും നമ്മൾ ഒരു നിയമമായിട്ട് തന്നെ കൺസിഡർ ചെയ്യും. എപ്പോൾ ഈ ഫണ്ടമെന്റൽ റൈറ്റ്സിനോട് അത് ഇൻകൺസിസ്റ്റന്റ് ആണോ എന്നുള്ള രീതിയിൽ നോക്കുമ്പോൾ. അപ്പോൾ ഡെലിഗേറ്റഡ് ലെജിസ്ലേഷൻ കഴിഞ്ഞപ്പോൾ എന്താ വന്നത്? കസ്റ്റം, നമ്മളുടെ ആചാരാനുഷ്ഠാനങ്ങൾ. ഇപ്പൊ ഏതെങ്കിലും ആചാരാനുഷ്ഠാനങ്ങൾ കുറെ നാളായിട്ട് നമ്മൾ ശീലിച്ചു പോരുന്നു, അതൊരു നിയമം പോലെ ആയിട്ടുണ്ട്. അപ്പോൾ അതിനെ നമുക്ക് ഇത് ലോ ഇൻകൺസിസ്റ്റന്റ് വിത്ത് ഫണ്ടമെന്റൽ റൈറ്റ് ആണെന്നും പറഞ്ഞിട്ട് നമുക്ക് കേസ് കൊടുക്കാൻ പറ്റും. അപ്പോൾ ഇവിടെ നിയമത്തിന്റെ കീഴിൽ എന്തൊക്കെയാ വരുന്നത്? ആദ്യത്തേത് പെർമനന്റ് ലോ. സാധാരണ നമ്മൾ നമ്മുടെ നിയമസഭയിലൊക്കെ MLA മാരൊക്കെ കൂടുന്ന പോലെയും MP മാരൊക്കെ കൂടുന്ന പോലെയും അവരൊരു മെജോറിറ്റിയിൽ പാസ്സാക്കുന്ന പെർമനന്റ് ലോ. അത് കഴിഞ്ഞാൽ പിന്നെ ഓർഡിനൻസ്. ഓർഡിനൻസ് എന്ന് പറയുമ്പോൾ എന്താ? ഈ MLA മാരൊന്നും കൂടാത്ത സമയത്ത്, നമ്മളെ ലെജിസ്ലേച്ചർ ഒന്നും കൂടാത്ത സമയത്ത് പെട്ടെന്നൊരു നിയമം പാസ്സാക്കണം. ഇപ്പോൾ കൊറോണ വന്നു, പുതിയൊരു നിയമം പാസ്സാക്കണം, നമ്മളെ ലെജിസ്ലേച്ചർ അവിടെ ഇല്ല. അപ്പോൾ ഗവർണറോട് അല്ലെങ്കിൽ പ്രസിഡന്റിനോട് പോയിട്ട് പറയുകയാണ്, നമുക്ക് ഒരു നിയമം പാസ്സാക്കണം, ഇവിടെ ലെജിസ്ലേച്ചർ ഇല്ല എന്ന് പറഞ്ഞിട്ട് നമ്മൾ പറയുന്നു. അങ്ങനെ ഒരു നിയമം പാസ്സാക്കുന്നു. അത് ടെമ്പററി ആണ്, നമ്മുടെ ലെജിസ്ലേച്ചർ കൂടുന്നവരെയാണ്. ലെജിസ്ലേച്ചർ കൂടിയിട്ട് അവര് ഞങ്ങളില്ലാത്ത സമയത്ത് ഇങ്ങനെ ഒരു ഓർഡിനൻസ് എടുത്തിട്ടുണ്ടായിരുന്നല്ലേ, അതിങ്ങോട്ട് കൊണ്ടുവന്ന് ഞങ്ങൾ നോക്കട്ടെ, ഞങ്ങൾ പഠിച്ചിട്ട് ഞങ്ങൾ പാസ്സാക്കണമെന്ന് ഞങ്ങൾ ചിന്തിക്കട്ടെ. എന്നിട്ട് ഇൻ കേസ് അത് പാസ്സാക്കുന്നില്ലെങ്കിൽ ആ ഓർഡിനൻസ് അവിടെ ഇല്ലാണ്ടായി പോകും. അതുവരെ മാത്രമേ അതിന് ആയുസ് ഉണ്ടാവുള്ളൂ. പക്ഷെ ഇതിനെ വളരെയധികം തെറ്റായിട്ട് ഉപയോഗിക്കുന്നുണ്ട്. കാരണം നിയമസഭയിൽ പോയി കഴിഞ്ഞാൽ പ്രശ്നമാവുമെന്ന് തോന്നണ നിയമങ്ങൾ ആദ്യം ഓർഡിനൻസ് ആയിട്ട് അങ്ങോട്ട് ഇറക്കും. കുറച്ച് നാളെങ്കിൽ കുറച്ച് നാളത് ഓർഡിനൻസ് ആയിട്ട് അവിടെ നിലനിന്ന് പൊക്കോളൂല്ലോ. അത് വെച്ചിട്ട് ഇപ്പോൾ കുറേ പേര് അത് മിസ്യൂസ് ചെയ്യുന്നുണ്ട്. പിന്നെ ഡെലിഗേറ്റഡ് ലെജിസ്ലേഷൻ റൂൾസ്, ഓർഡേഴ്സ്, ബൈലോസ്, നോട്ടിഫിക്കേഷൻസ്, റെഗുലേഷൻസ്, ഇത്തരം കാര്യങ്ങളൊക്കെ. ഇപ്പം എന്തെങ്കിലും നോട്ടിഫിക്കേഷൻ വന്നു, ജോലിക്ക് വേണ്ടിയിട്ടുള്ള ഒരു നോട്ടിഫിക്കേഷൻ വന്നു, അപ്പോൾ നമുക്ക് തോന്നാണ് ഇവിടെ എൻ്റെ റൈറ്റ് ടു ഈക്വാലിറ്റി ഓഫ് ഓപ്പർച്യൂണിറ്റിക്ക് എതിരല്ലേ ഇത്. അങ്ങനെയാണെങ്കിൽ നമുക്ക് കേസ് കൊടുക്കാൻ പറ്റും. കാരണം എന്താ? ആർട്ടിക്കിൾ 13 പ്രകാരം ലോസ് ഇൻകൺസിസ്റ്റന്റ് വിത്ത് ഫണ്ടമെന്റൽ റൈറ്റ്സ് നമ്മുടെ സുപ്രീം കോടതി അല്ലെങ്കിൽ ഹൈക്കോടതിക്ക് ജുഡീഷ്യൽ റിവ്യൂ ചെയ്യാം. സുപ്രീം കോടതിക്ക് കോൺസ്റ്റിറ്റ്യൂഷണൽ റെമഡീസ് ഉപയോഗിക്കാൻ പറ്റുന്ന ആർട്ടിക്കിൾ 32 ഫണ്ടമെന്റൽ റൈറ്റ് പ്രകാരമാണെങ്കിൽ ഹൈക്കോടതിക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന ആർട്ടിക്കിൾ 226 കോൺസ്റ്റിറ്റ്യൂഷണൽ റൈറ്റ് പ്രകാരമാണ്. അപ്പോൾ ഇവിടെ നമ്മൾ ആർട്ടിക്കിൾ 13 അങ്ങനെ പഠിച്ചു വരുമ്പോൾ സുപ്രീം കോടതി ഇതിൻ്റെ ഒരു അതിൻ്റെ ഒരു വ്യാപ്തി കുറച്ചും കൂടെ കൂട്ടാണ്. കാരണം നമ്മളുടെ പാർലമെന്റ് ഈ ഒരു ഞാൻ പറഞ്ഞില്ലേ ഭൂപരിഷ്കരണ നിയമമൊക്കെ കൊണ്ടുവന്നപ്പോൾ അവിടെ പ്രശ്നമാവാതിരിക്കാൻ വേണ്ടിയിട്ട് കോൺസ്റ്റിറ്റ്യൂഷണൽ അമെൻമെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ലോ ആവില്ല എന്ന് നമ്മളുടെ പാർലമെന്റ് പറഞ്ഞു. കോൺസ്റ്റിറ്റ്യൂഷണൽ അമെൻമെന്റ് ലോ ആവില്ലെന്ന് നമ്മളുടെ പാർലമെന്റ് പറഞ്ഞു. പക്ഷെ സുപ്രീം കോടതി പറഞ്ഞേ, നിങ്ങളങ്ങനെ വെറുതെ കോൺസ്റ്റിറ്റ്യൂഷണൽ അമെൻമെന്റ് ലോ ആക്കാതിരിക്കൊന്നും വേണ്ട, ഞങ്ങൾ അതിനെ ലോ ആയി കൺസിഡർ ചെയ്ത് അതിനെ ജുഡീഷ്യൽ റിവ്യൂ ചെയ്യും എന്ന് പറഞ്ഞു. അപ്പോൾ നമ്മളുടെ പാർലമെന്റ്, നമ്മളുടെ ആ ഒരു എക്സിക്യൂട്ടീവ്, നമ്മളുടെ കേന്ദ്രത്തിലുള്ള ഗവൺമെന്റിന്റെ അധികാരം വീണ്ടും വെട്ടിക്കുറയ്ക്കുന്ന ഒന്നായിരുന്നു. ഇന്ദിരാഗാന്ധിക്കൊക്കെ ഭയങ്കര പ്രശ്നമായിരുന്നു. പിന്നെ കോൺസ്റ്റിറ്റ്യൂഷണൽ അമെൻമെന്റ് നിയമമല്ലാത്തതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ജുഡീഷ്യൽ റിവ്യൂ ചെയ്യാൻ പറ്റില്ല എന്നൊക്കെ പറഞ്ഞിരിക്കുമായിരുന്നു. പക്ഷെ സുപ്രീം കോടതി പറഞ്ഞു, കോൺസ്റ്റിറ്റ്യൂഷൻ അമെൻമെന്റ് ആയാലും എന്താണെങ്കിലും ഞങ്ങൾ അവിടെ റിവ്യൂ ചെയ്തിരിക്കും. ഇത് ഏതിലാ വന്ന ജുഡീഷ്യൽ റിവ്യൂവിനെ കുറിച്ച് പ്രത്യേകം നമ്മളുടെ സുപ്രീം കോടതി എടുത്തു പറഞ്ഞത് കേശവാനന്ദ ഭാരതി കേസിലാണ് പറഞ്ഞത് ബേസിക് സ്ട്രക്ചറിനെ ബാധിക്കരുതെന്ന്. അപ്പോൾ കേശവാനന്ദ ഭാരതി കേസ് 1973, ഡേറ്റ് ഞാൻ മുൻപ് പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഏപ്രിൽ 23, 1973 നമ്മളുടെ കേശവാനന്ദ ഭാരതി കേസ്. ആ സമയത്താണ് സുപ്രീം കോടതി പറഞ്ഞത്, നിങ്ങൾ കോൺസ്റ്റിറ്റ്യൂഷണൽ അമെൻമെന്റിന് നിയമമല്ല എന്ന് പറഞ്ഞ് അതിനെ ജുഡീഷ്യൽ റിവ്യൂവിന് പുറത്താക്കാൻ നോക്കിയാലും ഞങ്ങളത് റിവ്യൂ ചെയ്തിരിക്കും. ഭരണഘടന വിട്ടിട്ട് ഒരു കളിയില്ല മക്കളെ, ഭരണഘടന വിട്ടിട്ട് ഒരു പണിയും നിങ്ങൾ ചെയ്യാൻ നോക്കണ്ടെന്നും പറഞ്ഞിട്ട് റിവ്യൂ ചെയ്യുമെന്ന് പറഞ്ഞു. ഇനി ആർട്ടിക്കിൾ 13 ശേഷം വരുന്നത് ഓരോരോ ഫണ്ടമെന്റൽ റൈറ്റ്സ് ആണ്. 14 മുതൽ 32 വരെ ഫണ്ടമെന്റൽ റൈറ്റ്സ് ഉണ്ട്. അത് ഏതൊക്കെയാണെന്ന് നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കാം. നമ്മൾ 6 ബ്രോഡ് കാറ്റഗറീസ് ആണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ നോക്കിയത്. അപ്പോൾ ഈ ബ്രോഡ് കാറ്റഗറീസ് നമ്മൾ ഓരോന്നിലോട്ടും വരുമ്പോൾ ആദ്യത്തെ കാറ്റഗറി ആയിട്ട് വരുന്നത് റൈറ്റ് ടു ഈക്വാലിറ്റി ആണ്. അപ്പോൾ റൈറ്റ് ടു ഈക്വാലിറ്റിയുടെ കീഴിൽ ഏതൊക്കെ റൈറ്റ്സ് ആണുള്ളത് നമുക്ക് നോക്കാം. 14 ഈക്വാലിറ്റി ബിഫോർ ലോ, നിയമത്തിന്റെ മുന്നിൽ നമ്മൾ ഒരുപോലെ ആയിരിക്കണം. ഈക്വാലിറ്റി ബിഫോർ ലോ ആൻഡ് ഈക്വൽ പ്രൊട്ടക്ഷൻ ഓഫ് ലോസ്, നമ്മളുടെ നിയമം ഒരുപോലെ പ്രൊട്ടക്റ്റ് ചെയ്യണം.
അല്ലാതെ ഒരാൾക്ക് ഓക്കെ ഇന്ന മുന്തിയ ജാതിയിൽപ്പെട്ട ആൾക്ക് ഓക്കെ ഇങ്ങനൊരു നിയമം, നമുക്ക് വേറൊരു രീതിയിലുള്ള നിയമം, അങ്ങനെയല്ല. പിന്നെ 15 എന്താ വരുന്നത്? ഇതിനെക്കുറിച്ചൊക്കെ ഡീറ്റെയിൽ ആയിട്ട് ഓരോ ഫണ്ടമെന്റൽ റൈറ്റും എടുത്ത് നമ്മൾ ഇനിയുള്ള ക്ലാസ്സുകളിൽ പഠിക്കുന്നതാണ്. ഇവിടെ നമുക്ക് ജസ്റ്റ് ഏതൊക്കെയാണ് ഫണ്ടമെന്റൽ റൈറ്റ്സ് എന്ന് നോക്കാം. 15ാമത്തെ ഫണ്ടമെന്റൽ റൈറ്റ് എന്നിട്ട് വരുന്നത്, ആദ്യം നിങ്ങൾ നോക്കിയാൽ ഈക്വാലിറ്റി വേണമെന്ന് പറഞ്ഞു. പക്ഷെ അവിടെ ഡിസ്ക്രിമിനേഷൻ ഉണ്ടാവാനും പാടില്ല അല്ലേ? അപ്പൊ രണ്ടാമത്തേൽ വരുന്നത് എന്താ? പ്രൊഹിബിഷൻ ഓഫ് ഡിസ്ക്രിമിനേഷൻ. പ്രൊഹിബിഷൻ ഓഫ് ഡിസ്ക്രിമിനേഷൻ ഓൺ ഗ്രൗണ്ട്സ് ഓഫ് റിലീജിയൻ, റേസ്, കാസ്റ്റ്, സെക്സ് ഓർ പ്ലേസ് ഓഫ് ബർത്ത്. നമ്മളുടെ ജനിച്ച സ്ഥലം, നമ്മളുടെ മതം, നമ്മളുടെ കളർ, അത്തരം കാര്യങ്ങളൊന്നും വെച്ചിട്ട് നമ്മളെ ഡിസ്ക്രിമിനേറ്റ് ചെയ്യാൻ പാടില്ലെന്നും കൂടെ പറഞ്ഞു. ആദ്യം നമ്മളെ നിയമത്തിന്റെ മുന്നിൽ ആദ്യം തന്നെ വരുന്നത് എന്താ? ഇവിടെ എന്ത് വെച്ചിട്ടാണ് ഇവിടുത്തെ ഭരണം നടക്കുന്നത്? നിയമം വെച്ചിട്ടാണ്. നമ്മളുടെ ഭരണഘടനയ്ക്ക് താഴെയാണ് ഗവൺമെന്റ്. ഇറ്റ് ഈസ് എ കോൺസ്റ്റിറ്റ്യൂഷണൽ ഗവൺമെന്റ് ലിമിറ്റഡ് ബൈ ദി കോൺസ്റ്റിറ്റ്യൂഷൻ. ഭരണഘടന ലിമിറ്റ് ചെയ്യുന്നുണ്ട് നമ്മളുടെ ഗവൺമെന്റിനെ നമ്മളെ ചൂഷണം ചെയ്യാതിരിക്കാൻ. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് പ്രൊട്ടക്ഷൻ തന്നിരിക്കുന്നത് ഈക്വാലിറ്റി ബിഫോർ ലോ ആൻഡ് ഈക്വൽ പ്രൊട്ടക്ഷൻ ഓഫ് ലോസ്, നിയമത്തിന്റെ മുന്നിൽ. അടുത്തതായിട്ട് നമ്മളെ അല്ലെങ്കിലും ഒരു സോഷ്യൽ രീതിയിലും നമ്മളെ ഒരിക്കലും ഡിസ്ക്രിമിനേറ്റ് ചെയ്യരുത്. പ്രൊഹിബിഷൻ ഓഫ് ഡിസ്ക്രിമിനേഷൻ ഓൺ ഗ്രൗണ്ട്സ് ഓഫ് റിലീജിയൻ, റേസ്, കാസ്റ്റ്, സെക്സ് ഓർ പ്ലേസ് ഓഫ് ബർത്ത്. അപ്പോൾ ഡിസ്ക്രിമിനേറ്റ് ചെയ്യുന്നില്ല, നമ്മളെ നിയമത്തിന്റെ മുന്നിൽ ഒരുപോലെയാണ് കാണുന്നതെന്നൊക്കെ നമ്മൾ പഠിച്ചു. അപ്പോൾ നമ്മൾ കോടതിയിൽ പോയി ഈക്വാലിറ്റി ഉണ്ട്, പിന്നെ നമ്മളെ കോടതിയിൽ തന്നെ ഡിസ്ക്രിമിനേറ്റും ചെയ്യുന്നില്ല. ഇനി അടുത്തതായിട്ട് നമുക്ക് എന്താ വേണ്ടത്? നമുക്ക് ഇനി ഒരു ജോലിക്ക് പോകണം അല്ലേ? അപ്പോൾ ആർട്ടിക്കിൾ 16 പറയുന്നത് ഈക്വാലിറ്റി ഓഫ് ഓപ്പർച്യൂണിറ്റി ഇൻ മാറ്റേഴ്സ് ഓഫ് പബ്ലിക് എംപ്ലോയ്മെന്റ്. അപ്പോൾ ആ ഒരു കണക്ഷനിൽ പഠിച്ചു പോവുക. ആദ്യം നമുക്ക് വേണ്ടത് നിയമത്തിന്റെ മുന്നിൽ ഈക്വാലിറ്റിയാണ്. അതിനുശേഷം നമുക്ക് എന്താ വേണ്ടത്? അതിനുശേഷം നമ്മളെ ഡിസ്ക്രിമിനേറ്റ് ചെയ്യരുത്. അപ്പോൾ ഡിസ്ക്രിമിനേറ്റും ചെയ്യുന്നില്ല, നമ്മൾ സുഖമായിട്ട് ജീവിച്ചു പോകുന്നുണ്ട്. അടുത്തത് നമുക്ക് എന്താ വേണ്ടത്? ജോലി വേണം. ഈക്വാലിറ്റി ഓഫ് ഓപ്പർച്യൂണിറ്റി ഇൻ മാറ്റേഴ്സ് ഓഫ് പബ്ലിക് എംപ്ലോയ്മെന്റ് പ്രത്യേകം എടുത്ത് പറഞ്ഞിട്ടുണ്ട്. പബ്ലിക് എംപ്ലോയ്മെന്റ് ഒരു ഗവൺമെന്റ് ആയിട്ടുള്ള ഒരു പോസ്റ്റിലോട്ട് എടുക്കുമ്പോഴാണ് ഈ ഈക്വാലിറ്റി ഓഫ് ഓപ്പർച്യൂണിറ്റി നമുക്ക് ചോദിക്കാൻ പറ്റുള്ളൂ. അല്ലാതെ അംബാനിയുടെ കമ്പനിയിലോട്ട് റിക്രൂട്ട് ചെയ്യുമ്പോൾ നമുക്കത് ചോദിക്കാൻ പറ്റില്ല. അപ്പോൾ ആർട്ടിക്കിൾ 16 അത് വന്നു. ഇവിടെ മൊത്തത്തിൽ 14 മുതൽ 18 വരെ എന്ന് പറയുമ്പോൾ 5 ആർട്ടിക്കിളുകളാണ് നമ്മളുടെ റൈറ്റ് ടു ഈക്വാലിറ്റിയിൽ വരുന്നത്. 5 ആർട്ടിക്കിളുകൾ. അപ്പോൾ 3 നമ്മൾ കഴിഞ്ഞു. 14, 15, 16 കഴിഞ്ഞു. ഇനി 17 എന്താ പറയുന്നത്? നമ്മൾ ജോലിക്ക് പോയി. ജോലിയിൽ നമ്മളെ അൺടച്ചബിൾ, നമ്മളെ ഇവൻ താഴ്ന്ന ജാതിയാണ്, മാറി നിൽക്കടാ എന്ന് പറഞ്ഞിട്ട് നമ്മളെ അൺടച്ചബിലിറ്റി ആ ഒരു രീതിയിലുള്ളൊരു പ്രശ്നം ഉണ്ടാവരുത്, അങ്ങനത്തെ ഒരു ട്രീറ്റ്മെന്റ് ഉണ്ടാവരുത്. എബോളിഷൻ ഓഫ് അൺടച്ചബിലിറ്റി, അതാണ് 17 വരുന്നത്. ഇനി 18 എന്താ വരുന്നത്? 18 വരുന്നത് എബോളിഷൻ ഓഫ് ടൈറ്റിൽസ് എക്സെപ്റ്റ് മിലിറ്ററി ആൻഡ് അക്കാഡമിക്. നമ്മളെ അൺടച്ചബിൾ ആയിട്ടൊന്നും കാണുന്നില്ല. പക്ഷെ മുന്തിയ ജാതിയിലുള്ളവർക്ക്, ഞാൻ പണ്ടത്തെ മഹാരാജാവായിരുന്നു, രാജകുടുംബത്തിൽ നിന്നാണ് വരുന്നത്, അപ്പം ഞാൻ മഹാരാജ നായരാണെന്നൊക്കെ പറയാൻ പറ്റില്ല. അവിടെ ജാതി പേരല്ല ഞാൻ പറയുന്നത്, ഒരു ടൈറ്റിൽ ഉപയോഗിക്കാൻ പറ്റില്ല. മഹാരാജ ഇന്ന തിരുനാൾ എന്നൊന്നും പറഞ്ഞാൽ നമുക്ക് ഉപയോഗിക്കാൻ പറ്റില്ല. ആകെ ഉപയോഗിക്കാൻ പറ്റുക മിലിറ്ററി ആൻഡ് അക്കാഡമിക് ആയിട്ടുള്ള ടൈറ്റിൽസ്. ഇപ്പോൾ മിലിറ്ററിയിൽ ഉണ്ടാവില്ലേ ലെഫ്റ്റനന്റ് കേണൽ, അല്ലെങ്കിൽ സുബേദാർ, ഹവിൽദാർ, അങ്ങനെ പല പേരുകൾ ഉണ്ടാവുമല്ലോ. അല്ലെങ്കിൽ അക്കാഡമിക് ആയിട്ട് ഡോക്ടർ, അങ്ങനെ കാര്യങ്ങൾ ഉണ്ടാവുമല്ലോ. അത് മാത്രമേ നമുക്ക് ഉപയോഗിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ എന്താ വരുന്നത്? അബോളിഷൻ ഓഫ് ടൈറ്റിൽസ് ആണ് നമ്മളുടെ 18 വരുന്ന. ഓരോ ഫണ്ടമെന്റൽ റൈറ്റും നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കുന്നതായിരിക്കും. ഇപ്പോൾ നമ്മളൊരു ബ്രീഫ് ഓവർവ്യൂ തരുന്നതേ ഉള്ളൂ. നിങ്ങൾ ഈ നമ്പേഴ്സ് മാക്സിമം ഓർത്ത് വയ്ക്കാൻ നോക്കുക. നമ്മൾ തുടങ്ങുന്നത് ആർട്ടിക്കിൾ 14 വെച്ചാണ്. ആർട്ടിക്കിൾ 14 എന്താ പറയുന്നത്? ആർട്ടിക്കിൾ 14 നമുക്ക് ഈക്വാലിറ്റി തരുന്നു. അത് കഴിഞ്ഞിട്ട് തൊട്ടപ്പുറത്ത് എന്താ ഉള്ളത്? 15 ആണുള്ളത്. 15 നമ്മളെ ഡിസ്ക്രിമിനേറ്റ് ചെയ്യരുതെന്ന് പറയുന്നു. 16 നമുക്ക് പബ്ലിക് എംപ്ലോയ്മെന്റിലോട്ട് ഈക്വാലിറ്റി ഓഫ് ഓപ്പർച്യൂണിറ്റി തരുന്നു. അതിനുശേഷം അവിടെ ജോലിക്ക് പോകുമ്പോൾ നമ്മളെ അൺടച്ചബിൾ ആയിട്ട് കാണരുത്. അത് കഴിയുമ്പോൾ അൺടച്ചബിൾ ആയിട്ട് കാണുന്നില്ല. അതുപോലെ തന്നെ മുന്തിയ ജാതിക്കാർക്കോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പ്രിവിലേജ് ക്ലാസ്സിനോ അവരുടേതായിട്ടുള്ള ഒരു ടൈറ്റിൽ കൊടുക്കരുത്. മഹാരാജാവെന്നോ അങ്ങനെ ഒരു ടൈറ്റിലുകളും വെറുതെ അക്കാഡമിക്കോ മിലിറ്ററി പരമോ അല്ലാത്ത ഒരു ടൈറ്റിലും പ്രൊവൈഡ് ചെയ്യരുതെന്നാണ് അവിടെ പറഞ്ഞിട്ടുള്ളത്. ഇനി നമ്മൾ അടുത്തതായിട്ട് നോക്കുമ്പോൾ റൈറ്റ് ടു ഫ്രീഡം ആണ് വരുന്നത്. നമ്മളുടെ ഫ്രീഡം ഓഫ് സ്പീച്ച് ആൻഡ് എക്സ്പ്രഷൻ ഒക്കെ ഇല്ലേ, അതൊക്കെയാണ് അവിടെ വരുന്നത്. അതിലെന്തൊക്കെയാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത് നോക്കാം. അപ്പോൾ റൈറ്റ് ടു ഫ്രീഡത്തിലോട്ട് നമ്മൾ വരുമ്പോൾ
ആദ്യമായിട്ട് വരുന്നത് നമ്മളുടെ റൈറ്റ് ടു ഫ്രീഡം ഓഫ് സ്പീച്ച് ആൻഡ് എക്സ്പ്രഷൻ, അസംബ്ലി, അസോസിയേഷൻ, മൂവ്മെന്റ്, റെസിഡൻസ് ആൻഡ് പ്രൊഫഷൻ. നമുക്ക് ജോലി ചെയ്യാനും എല്ലാത്തിനും നമുക്ക് നമുക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ പറയാൻ, നമുക്ക് ഒരുമിച്ച് കൂടാൻ, അതുപോലെ തന്നെ നമുക്ക് എവിടെയെങ്കിലും പോയി താമസിക്കാൻ, നമുക്ക് ജോലി ചെയ്യാൻ, ഇതൊക്കെയാണ് നമ്മളുടെ ആർട്ടിക്കിൾ 19 വരുന്നത്. റൈറ്റ് ടു ഫ്രീഡം ഓഫ് സ്പീച്ച് ആൻഡ് എക്സ്പ്രഷൻ എന്നുള്ള രീതിയിൽ നമുക്ക് നേരിട്ട് പറയാം. ഈ ആർട്ടിക്കിൾ 19 ഒരു ഗുണമുണ്ട്. ആർട്ടിക്കിൾ 19 എമർജൻസി വന്നാൽ പോലും ഇവിടെ ഒരു എക്സ്റ്റേണൽ അഗ്രഷൻ ഉണ്ടെങ്കിൽ മാത്രമേ വേണ്ടെന്ന് വെക്കാൻ പറ്റുള്ളൂ. അത് ഓർത്ത് വെക്കണം. ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ റൈറ്റ് ടു ഫ്രീഡം ഓഫ് സ്പീച്ച് ആൻഡ് എക്സ്പ്രഷൻ ആണ് നമ്മളുടെ ആർട്ടിക്കിൾ 19 വരുന്നത്. ഇനി 20 എന്താ വരുന്നത്? 20 വരുന്നത് പ്രൊട്ടക്ഷൻ ഇൻ റെസ്പെക്ട് ഓഫ് കൺവിക്ഷൻ ഓഫ് ഒഫൻസസ്. അതായത് നമ്മളെ ഒരു കുറ്റം ചുമത്തില്ലേ, അക്കാര്യത്തിൽ നമുക്ക് കുറച്ച് റൈറ്റ്സ് ഉണ്ട്. കുറ്റം ചുമത്തുന്നതിന് മുൻപ് നമ്മൾ നമുക്കായിട്ട് തന്നെ എവിഡൻസ് കൊടുക്കാൻ പാടില്ല, അതായത് നമുക്കെതിരെ തന്നെ എവിഡൻസ് കൊടുക്കാൻ പാടില്ല എന്നുള്ള രീതിയിലുള്ള റൈറ്റ്സ് ഒക്കെ ഉണ്ട്. അതൊക്കെ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കും. അപ്പോൾ ആർട്ടിക്കിൾ 20 കൺവിക്ഷൻ ഓഫ് ഒഫൻസസിൽ നിന്നുള്ള പ്രൊട്ടക്ഷൻ. നമ്മൾ വെറുതെ പോലീസിനെ ഇടിച്ച് പരിവാക്കി നമ്മളെ ഒരു കുറ്റകൃത്യത്തിൽ കുറ്റം ചുമത്താനൊന്നും പറ്റില്ല. അപ്പോൾ ആർട്ടിക്കിൾ 20 ഒരു ഗുണം ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഏതൊരു എമർജൻസി വന്നാലും ഇത് എടുത്തു കളയാൻ പറ്റില്ല. എക്സ്റ്റേണൽ വന്നാലും ഇന്റേണൽ വന്നാലും ആർട്ടിക്കിൾ 20 എടുത്തു കളയാൻ പറ്റില്ല. ഒരെണ്ണം കൂടി എടുത്തു കളയാൻ പറ്റാത്തതുണ്ട്. അത് ആർട്ടിക്കിൾ 21 ആർട്ടിക്കിൾ 21 പ്രകാരം നമുക്ക് റൈറ്റ് ടു ലൈഫ് ഉണ്ട്. അതായത് നമുക്ക് ജീവിക്കാനുള്ള ഒരു അവകാശമുണ്ട്. നമ്മളുടെ ഫുഡ് കാര്യങ്ങളൊക്കെ ഈ റൈറ്റ് ടു ലൈഫിന്റെ ഉള്ളിലാണ് വരുന്നത്. ഇനി ആർട്ടിക്കിൾ 20ഉം 21ഉം നോട്ട് റിമൂവബിൾ. അത് ഒരിക്കലും നമുക്ക് എടുത്ത് കളയാൻ പറ്റില്ല. ഏത് എമർജൻസി വന്നു എന്ന് പറഞ്ഞാലും, ഏത് അടിയന്തരാവസ്ഥ വന്നു എന്ന് പറഞ്ഞാലും ഒരിക്കലും ഒരാളെ കുറ്റം ചുമത്താനുള്ള ആ ഒരു കാര്യത്തിൽ നിന്നുള്ള പ്രൊട്ടക്ഷനോ അല്ലെങ്കിൽ നമുക്ക് ജീവിക്കാനുള്ള നമ്മളുടെ അവകാശമോ എടുത്തു കളയാൻ പറ്റില്ല. പിന്നെ ആർട്ടിക്കിൾ 22 എന്താ വരുന്നത്? ആർട്ടിക്കിൾ 22 റൈറ്റ് എഗെയിൻസ്റ്റ് അറസ്റ്റ് ആണ്. അതായത് നമ്മൾ വെറുതെ അറസ്റ്റ് ചെയ്തുകൊണ്ട് പോകാൻ പറ്റില്ല. പിന്നെ ആർട്ടിക്കിൾ 23 വരുമ്പോൾ ആർട്ടിക്കിൾ 23 റൈറ്റ് എഗെയിൻസ്റ്റ് എക്സ്പ്ലോയിറ്റേഷൻ ആണ്. പിന്നെ ഒരു കാര്യം കൂടി ഉണ്ട്. നമ്മളെ റൈറ്റ് ടു ലൈഫിൽ 21A എലമെന്ററി എഡ്യൂക്കേഷൻ, റൈറ്റ് ടു എലമെന്ററി എഡ്യൂക്കേഷനും കൂടെ ആഡ് ചെയ്തിട്ടുണ്ട്. ഇതൊക്കെ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ വരുന്ന ക്ലാസ്സുകളിൽ നോക്കുന്നതാണ്. ഏതെങ്കിലും ഒന്ന് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ റൈറ്റ് ടു ഈക്വാലിറ്റി നമ്മൾ ഒറ്റ ക്ലാസ്സിൽ ഒറ്റ സ്ട്രെറ്റിൽ കംപ്ലീറ്റ് ചെയ്യാനാണ് നമ്മളിപ്പോൾ ആദ്യം ഒരു ഓവർവ്യൂ മാത്രം പറഞ്ഞു പോകുന്നത്. ഇനിയിപ്പോൾ റൈറ്റ് എഗെയിൻസ്റ്റ് എക്സ്പ്ലോയിറ്റേഷനിൽ വരുമ്പോൾ നമ്മൾ കാണുന്നത് റൈറ്റ് എഗെയിൻസ്റ്റ് എക്സ്പ്ലോയിറ്റേഷനിൽ നമ്മളുടെ ഈ ഒരു ബോണ്ടഡ് ലേബർ പോലുള്ള കാര്യങ്ങളില്ലേ, അതിൽ നിന്നുള്ള പ്രൊട്ടക്ഷൻ ഓഫ് ട്രാഫിക് ഇൻ ഹ്യൂമൻ ബീങ്സ്. അതായത് നമ്മളെ ഈ മനുഷ്യക്കടത്ത്, പിന്നെ ഈ സ്ത്രീകളെ മാർക്കറ്റ് ചെയ്യുന്ന അങ്ങനത്തെ രീതികളൊക്കെ ഇല്ലേ, ആ രീതികളൊക്കെ വേണ്ടെന്ന് വെക്കുന്നത് ആർട്ടിക്കിൾ 23 നമ്മൾ അങ്ങനെ എന്തെങ്കിലും രീതിയിൽ മനുഷ്യക്കടത്തോ കാര്യങ്ങളോ നടത്തി കഴിഞ്ഞാൽ ആർട്ടിക്കിൾ 23 പ്രകാരം നമുക്ക് കേസ് കൊടുക്കാം. അതുപോലെ തന്നെ നമ്മളെ ഫോഴ്സ്ഡ് ലേബർ, അപ്പോൾ ഹ്യൂമൻ ട്രാഫിക്കിംഗ് അതുപോലെ തന്നെ ഫോഴ്സ്ഡ് ലേബറിൽ നിന്നുള്ള പ്രൊട്ടക്ഷനാണിത്. ആൻഡ് ഫോഴ്സ്ഡ് ലേബർ. അതുപോലെ തന്നെ ആർട്ടിക്കിൾ 24 മറ്റൊരു രീതിയിലുള്ള എക്സ്പ്ലോയിറ്റേഷൻ എങ്ങനെയാ? കുട്ടികളെ പണിയെടുപ്പിച്ചുകൊണ്ട് പലപ്പോഴും എക്സ്പ്ലോയിറ്റ് ചെയ്യാറുണ്ട്. ഒരു പ്രായത്തിന് മുകളിലുള്ള കുട്ടികൾ ഒരു പ്രായത്തിന് താഴെയുള്ള കുട്ടികളെ, 14 വയസ്സിന് താഴെയുള്ള കുട്ടികളെ ജോലി ചെയ്യിപ്പിക്കരുതെന്നാണ്. അപ്പോൾ അവരെ ഫാക്ടറീസിലും കാര്യങ്ങളിലും ഒന്നും ജോലി ചെയ്യിപ്പിക്കരുതെന്ന് പറയുന്നത് ഈ ആർട്ടിക്കിൾ 24 ചൈൽഡ് എംപ്ലോയ്മെന്റിനെതിരെയാണ് നമ്മളുടെ ആർട്ടിക്കിൾ 24 ശബ്ദിക്കുന്നത്. ഇനി അത് കഴിഞ്ഞാൽ പിന്നെ വരുന്നതാണ് റൈറ്റ് ടു ഫ്രീഡം ഓഫ് റിലീജിയൻ. ഈ റൈറ്റ് ടു ഫ്രീഡം ഓഫ് റിലീജിയന്റെ ഉള്ളിൽ തന്നെ കുറേ തരത്തിലുള്ള റൈറ്റ്സ് ഉണ്ട്. റൈറ്റ് ടു ഫ്രീഡം ഓഫ് റിലീജിയന്റെ ഉള്ളിൽ വരുന്ന റൈറ്റ്സ് ആണ് ആദ്യത്തേത് ഫ്രീഡം ഓഫ് കോൺസൈൻസ്, ഫ്രീ പ്രൊഫഷൻ, പ്രാക്ടീസ് ആൻഡ് പ്രൊപ്പഗേഷൻ ഓഫ് റിലീജിയൻ. നമുക്ക് നമ്മളുടെ മതം മറ്റുള്ളവരോട് പറഞ്ഞു കൊടുക്കാനും കാര്യങ്ങൾക്കൊക്കെ ഉള്ള ഒരു അവകാശമുണ്ട്. പക്ഷെ അത് തെറ്റായ രീതിയിൽ നമ്മൾ ഉപയോഗിക്കരുത്. അപ്പോൾ റൈറ്റ് ടു ഫ്രീഡം ഓഫ് റിലീജിയനിൽ റൈറ്റ് ടു പ്രാക്ടീസ് ഒക്കെ നമ്മളുടെ ആർട്ടിക്കിൾ 25 വരുന്നത്. 26 വരുമ്പോൾ ഫ്രീഡം ടു മാനേജ് റിലീജിയസ് അഫയേഴ്സ്. നമുക്ക് നമ്മളുടെ മതപരമായിട്ടുള്ള കാര്യങ്ങൾ, ഇപ്പോൾ ഒരു ട്രസ്റ്റോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അത് നടത്തിക്കൊണ്ട് പോകാനുള്ള അവകാശം നൽകുന്നത് ഈ ഒരു ഫ്രീഡം ടു മാനേജ് റിലീജിയസ് അഫയേഴ്സ് ആണ്. ഇനി ആർട്ടിക്കിൾ 27 എന്താ വരുന്നത്? ആർട്ടിക്കിൾ 27 നമ്മൾ പോകുമ്പോൾ അവിടെ വരുന്നത് ഫ്രീഡം ഫ്രം പേയ്മെന്റ് ഓഫ് ടാക്സസ് ഫോർ പ്രൊമോഷൻ ഓഫ് എനി റിലീജിയൻ. നമ്മൾ മതപരമായിട്ടുള്ള അനുഷ്ഠാനങ്ങൾക്ക് അല്ലെങ്കിൽ മതപരമായിട്ടുള്ള കാര്യങ്ങൾ പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടി എന്തെങ്കിലും ഒരു
പരിപാടിയൊക്കെ നടത്തുമ്പോൾ അവിടെ ടാക്സ് ഉണ്ടാവില്ല, നോ ടാക്സ്. ഈ മതപരമായിട്ടുള്ള കാര്യങ്ങൾ പ്രൊമോഷനായിട്ട് ചെയ്യുന്ന കാര്യങ്ങൾക്ക് ടാക്സ് കൊടുക്കേണ്ട ആവശ്യമില്ല. പിന്നെ ആർട്ടിക്കിൾ 28 എന്താ പറയുന്നത്? ആർട്ടിക്കിൾ 28 ഫ്രീഡം ഫ്രം അറ്റൻഡിങ് റിലീജിയസ് ഇൻസ്ട്രക്ഷൻ ഓർ വർഷിപ്പ് ഇൻ സർട്ടൻ എഡ്യൂക്കേഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ്. അപ്പോൾ ഫ്രീഡം ഫ്രം, അതായത് മതപരമായിട്ടുള്ള പരിപാടികളിൽ പങ്കെടുക്കാതിരിക്കാനും നമുക്ക് അവകാശമുണ്ട്. അവിടെയാണ് ഒരു സെക്യുലറിസം ടച്ച് വരുന്നില്ലേ? അതായത് നമുക്ക് ഫോളോ ചെയ്യാൻ അവകാശം തരുന്നുണ്ട് 25. അതുപോലെ തന്നെ 28 നമുക്കിപ്പോൾ ആഗ്രഹമില്ല, നമുക്ക് ഒരു മതത്തിലും പോകണ്ട, നമുക്ക് ഒരു മതത്തിൻ്റെ പരിപാടികളിലും പങ്കെടുക്കാൻ താല്പര്യമില്ലെങ്കിൽ ഫ്രീഡം ഫ്രം അറ്റൻഡിങ് റിലീജിയസ് പ്രോഗ്രാംസ്. എവിടെ? സർട്ടൻ എഡ്യൂക്കേഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് എന്ന് പറയുമ്പോൾ പ്രത്യേകിച്ച് നമ്മളുടെ ഗവൺമെൻറ് ഇൻസ്റ്റിറ്റ്യൂഷൻസിലൊക്കെയാണ് വരിക. പക്ഷെ ഇതിന് വിപരീതമായിട്ട് പല കാര്യങ്ങളും നടക്കുന്നുണ്ടെന്ന് ഞാൻ മുൻ ക്ലാസ്സുകളിൽ തന്നെ പറഞ്ഞു കഴിഞ്ഞു. പലപ്പോഴും NITകളിലോ IITകളിലൊക്കെ ഗവൺമെൻറ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആണ്, പക്ഷെ സ്റ്റിൽ അവിടെ പൂജകളും മറ്റൊക്കെ അവിടുത്തെ ആൾക്കാർ തന്നെ മെയിനായിട്ട് എടുത്ത് നടത്താറുണ്ട്. അത് ശരിക്കും പറഞ്ഞാൽ തെറ്റാണ്. കാരണം ആ ഒരു പൂജ നടത്തുമ്പോൾ അറ്റ്ലീസ്റ്റ് ഞാൻ അവിടെ പോകണമെന്ന് അവർ കമ്പൽ ചെയ്യുന്നില്ല എന്നുള്ളത് മാത്രം നമുക്കൊരു നല്ല കാര്യമായിട്ട് പറയാം. പക്ഷെ സ്റ്റിൽ അവരത് നടത്താൻ പാടില്ല സെക്യുലറിസത്തിൻ്റെ ഭാഗം വെച്ച് നോക്കുമ്പോൾ. അപ്പോൾ ഫ്രീഡം ഫ്രം അറ്റൻഡിങ് റിലീജിയസ് ഇൻസ്ട്രക്ഷൻ ഇൻ സർട്ടൻ എഡ്യൂക്കേഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആണ് നമ്മൾ 28 അവിടെ വരുന്നത്. ഇനി നമുക്ക് കൾച്ചറൽ ആൻഡ് എഡ്യൂക്കേഷണൽ റൈറ്റ്സ് നോക്കാം. ഇത് വെച്ചിട്ടാണ് നമ്മളുടെ ഈ മൈനോറിറ്റി ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഒക്കെ ഉണ്ടാവാറില്ലേ, അതിലൊക്കെ പല റണ്ണിങ്ങും നടക്കുന്നത്. ആർട്ടിക്കിൾ 29 പ്രകാരം പ്രൊട്ടക്ഷൻ ഓഫ് ലാംഗ്വേജ്, സ്ക്രിപ്റ്റ് ആൻഡ് കൾച്ചർ ഓഫ് മൈനോറിറ്റീസിൻ്റെ ആ ഒരു സ്ക്രിപ്റ്റ്, ലാംഗ്വേജിനുള്ള ഒരു പ്രൊട്ടക്ഷനൊക്കെ ഇല്ലേ. പലപ്പോഴും ഇവിടെ നമ്മൾ ചെറിയ ഭാഷകൾ, ഇപ്പോൾ എന്താ പറയുക, തമിഴ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ കേരളത്തിൽ ഒരു മൈനോറിറ്റി ഭാഷയാണ്. കാരണം കൂടുതൽ പേര് അത് സംസാരിക്കുന്നില്ല, വെറും മൈനോറിറ്റി ഭാഷയാണ്. അതിനൊക്കെ ഇവിടെ സ്കൂളുകളിൽ പഠിപ്പിക്കാനൊക്കെ കാരണം എന്തുകൊണ്ടാണ്? ഈ റൈറ്റ് ടു പ്രൊട്ടക്ട് എന്നുള്ള കാര്യം നിൽക്കുന്നത് കൊണ്ടാണ്. ആ ഒരു മൈനോറിറ്റി ലാംഗ്വേജ് നമ്മളിവിടെ പ്രൊട്ടക്ട് ചെയ്ത് പോയേ പറ്റൂ. ഇവിടെ തമിഴന്മാരുണ്ടെങ്കിൽ, അല്ലെങ്കിൽ തമിഴ് സംസാരിക്കുന്ന ഒരു പ്രദേശം ഉണ്ടെങ്കിൽ അവിടെ തമിഴ് നമ്മൾ പ്രൊവൈഡ് ചെയ്തേ പറ്റൂ. കേരളത്തിൽ തമിഴ് മൈനോറിറ്റി ആണെങ്കിലും തമിഴിന് ഒരു പ്രൊട്ടക്ഷൻ ഉള്ളതുകൊണ്ടാണ് അതൊക്കെ അവിടെ ഫോളോ ചെയ്തു പോകുന്നത്. അപ്പോൾ ഫോർ മൈനോറിറ്റീസ് ആണ് ആദ്യത്തെ പ്രൊട്ടക്ഷൻ. ഇപ്പം എൻ്റെ എന്തെങ്കിലും അവകാശം ഉണ്ട്, ഞാനൊരു മൈനോറിറ്റിയാണ്, ഇപ്പോൾ ഒരു ജെയിൻ കമ്മ്യൂണിറ്റി ആണ്, അങ്ങനെയൊക്കെ ആണെങ്കിൽ ഞാനൊരു മൈനോറിറ്റിയാണ്, എൻ്റെ ആ ഒരു ലാംഗ്വേജും സ്ക്രിപ്റ്റും അതുപോലെ തന്നെ കൾച്ചറും ഒക്കെ കാത്തു സൂക്ഷിക്കാനുള്ള അവകാശം എനിക്കുണ്ട്. അതെനിക്ക് 29 പ്രകാരം ക്ലെയിം ചെയ്യാൻ പറ്റും. ഇനി 30 എന്താ വരുന്നത്? 30 വരുന്നത് റൈറ്റ് ഓഫ് മൈനോറിറ്റീസ് ടു എസ്റ്റാബ്ലിഷ് ആൻഡ് അഡ്മിനിസ്റ്റർ എഡ്യൂക്കേഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആണ്. നമ്മൾ കാണാറുണ്ട് കുറേയധികം സ്കൂളുകളും കോളേജുകളൊക്കെ ഒന്നില്ലെങ്കിൽ ക്രിസ്ത്യൻസിൻ്റെ അല്ലെങ്കിൽ മുസ്ലിംസിൻ്റെ ഒക്കെയാണ് വരുന്നത്. അത് വരാൻ കാരണം അവർക്ക് ഇങ്ങനത്തെ ഇൻസ്റ്റിറ്റ്യൂഷൻസ് റണ്ണ് ചെയ്യാനുള്ള അവകാശമുണ്ട്. പലപ്പോഴും ഇത്തരം ഇൻസ്റ്റിറ്റ്യൂഷൻസിൽ പ്രോപ്പറായിട്ടുള്ള റിസർവേഷൻ ഒന്നും അവർക്ക് വേണമെങ്കിൽ കൊണ്ടുപോകണമെന്നില്ല. ഇപ്പോൾ എന്തെങ്കിലും ഒരു പ്രൈവറ്റ് ഇൻസ്റ്റിറ്റ്യൂഷനാണ്, അവരുടെ റിലീജിയസ് ഇൻസ്റ്റിറ്റ്യൂഷൻ ആണെങ്കിൽ റിസർവേഷനൊക്കെ വേണമെങ്കിൽ വേണ്ടെന്നൊക്കെ വെക്കാൻ പറ്റാനുള്ള അവകാശം കൊടുക്കുന്നത് ഈ ആർട്ടിക്കിൾ 30. അപ്പോൾ റൈറ്റ് ടു എസ്റ്റാബ്ലിഷ് ഇൻസ്റ്റിറ്റ്യൂഷൻസ്, ഇതാണ് നമുക്ക് ആർട്ടിക്കിൾ 30 വരുന്നത്. ഇനി നമുക്ക് ആർട്ടിക്കിൾ 32 വരുന്നുള്ളൂ. അപ്പം 31 എവിടെ പോയി? 31 എവിടെ പോയി എന്ന് ചോദിച്ചാൽ ഞാൻ പറഞ്ഞില്ലേ, റൈറ്റ് ടു പ്രോപ്പർട്ടി ഉണ്ടായിരുന്നു, അത് പക്ഷേ എടുത്തു കളഞ്ഞു. 44ാമത്തെ ഭരണഘടനാ ഭേദഗതി പ്രകാരം നമ്മളുടെ ആർട്ടിക്കിൾ 31 എലിമിനേറ്റ് ചെയ്തു. ഇതിലിപ്പോൾ 31A, 31B, 31C എന്ന് പറഞ്ഞിട്ട് കുറച്ച് പ്രൊവിഷൻസ് ആണുള്ളത്. അതിനെക്കുറിച്ച് ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇനി 32 എന്താ വരുന്നത്? 32 കോൺസ്റ്റിറ്റ്യൂഷണൽ റെമഡീസ്. ഞാൻ പറഞ്ഞില്ലേ, ഇതൊക്കെ കഴിയുമ്പോൾ അവസാനം പറയുന്നത് എന്താ? ഇതിൽ എന്തെങ്കിലും പ്രശ്നം നിങ്ങൾക്കുണ്ടോ, അതിൻ്റെ പരിഹാരത്തിനായിട്ട് നിങ്ങൾക്ക് സുപ്രീം കോടതിയിൽ പോവാം എന്നാണ് നമ്മളുടെ ഫണ്ടമെൻ്റൽ റൈറ്റ്സിലത്തെ അവസാനത്തെ റൈറ്റ് ആയിട്ടുള്ള ആർട്ടിക്കിൾ 32 പറയുന്നത്. ഹൈക്കോടതിയിൽ പോകാനുള്ള അവകാശം നൽകുന്നത് എന്താ? ആർട്ടിക്കിൾ 226. അപ്പം ഇത്രയാണ് നമ്മളുടെ ഫണ്ടമെൻ്റൽ റൈറ്റ്സ് ആയിട്ട് വരുന്ന ക്ലാസ്സുകളിൽ നമ്മളിത് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കുന്നുണ്ടാവും. ഇനി നമ്മൾ നോക്കുന്നത് ഈ ഫണ്ടമെൻ്റൽ റൈറ്റ്സിൽ ചില റൈറ്റ്സ് എന്താ പറയുക, നമ്മളുടെ ഫോറിനേഴ്സിനും നമ്മൾ നൽകിയിട്ടുണ്ട്. എല്ലാ അവകാശങ്ങളും നമ്മൾ പൗരന്മാർക്ക് എല്ലാ അവകാശമുണ്ട്. 14 മുതൽ 32 വരെ എല്ലാ കാര്യങ്ങളും നമുക്ക് അവൈലബിൾ ആണ്. നമ്മളെ ഏത് രീതിയിൽ ലംഘിച്ചാലും നമുക്ക് അപ്പം കേസ് കൊടുക്കാം. പക്ഷെ ഫോറിനേഴ്സ് ഇവിടുത്തെ പൗരന്മാരല്ലല്ലോ. ഇവിടുത്തെ പൗരന്മാരല്ലാത്ത സ്ഥിതിക്ക് തന്നെ നിങ്ങൾക്ക് എല്ലാ അവകാശമൊന്നും തരാൻ നമ്മളുടെ ഗവൺമെൻറ് ഉദ്ദേശിച്ചിട്ടില്ല. അപ്പോൾ ഏതൊക്കെ റൈറ്റ്സ് ആണ് അവർക്ക് കൊടുത്തിട്ടുള്ളത് നമുക്ക് നോക്കാം. അപ്പോൾ ആദ്യത്തെ റൈറ്റോട്ട് നോക്കാം. ആർട്ടിക്കിൾ 14. ഇവിടെ നിങ്ങൾ ഒരു ചോദ്യം വരികയാണെങ്കിൽ നിങ്ങൾ ജസ്റ്റ് കോമൺ സെൻസ് ഉപയോഗിക്കാൻ ശ്രമിക്കുക. ആർട്ടിക്കിൾ 14, നിയമത്തിൻ്റെ മുൻപിൽ ഒരു കേസ് വന്നു. കേസ് വന്നപ്പോൾ ഇന്ത്യക്കാരനെയും ഇംഗ്ലണ്ടുകാരനെയും വേർതിരിച്ച് കാണാൻ പറ്റുമോ? ഇല്ല.
അവിടെ ഒരു കേസാണ്. കേസ് നടക്കുമ്പോൾ എങ്ങനെയാണോ അങ്ങനെയൊക്കെ പ്രശ്നം ഉണ്ടാക്കുക, അത് വളരെ വലിയ വേർതിരിവായി പോകില്ലേ. അപ്പോൾ ഈക്വാലിറ്റി ബിഫോർ ലോ ഈ ഫോറിനേഴ്സിനുണ്ടോ? ഫോറിനേഴ്സിന് ഉണ്ടെന്നാണ് കേട്ടോ പറയണേ. എനിമി ഏലിയൻസിൻ്റെ കാര്യമല്ല പറയണേ. എനിമി ഏലിയൻസ് എന്ന് പറയുമ്പോൾ അത് നമ്മൾ സിറ്റിസൺഷിപ്പിൽ പഠിക്കും. എനിമി ഏലിയൻസ് എന്ന് പറയുമ്പോൾ നമ്മൾ ഒരു യുദ്ധത്തിലൊക്കെ ഏർപ്പെട്ടിരിക്കുകയാണ് ഒരു രാജ്യമായിട്ട്. അപ്പോൾ ആ രാജ്യത്തെ പൗരന്മാരെന്ന് പറയുന്നത് നമ്മളുടെ എനിമി ഏലിയൻസ് ആണ്. അത് നമുക്ക് ആ ഒരു സിറ്റിസൺഷിപ്പിൻ്റെ ക്ലാസ്സിൽ പറയാം. ഇവിടെ ഈക്വാലിറ്റി ബിഫോർ ലോ അപ്പോൾ കൊടുക്കുമോ? നമ്മളെ ഫോറിൻ സിറ്റിസൺസിന് നമ്മളിവിടെ ഈക്വാലിറ്റി ബിഫോർ ലോ കൊടുക്കും. അപ്പോൾ ആർട്ടിക്കിൾ 14 അവർക്കും കൊടുത്തിട്ടുണ്ട്. എല്ലാ മൗലികാവകാശങ്ങളും നമുക്കുണ്ട് കേട്ടോ. ഇവിടെ നമ്മൾ ഫോറിനേഴ്സിനും കൂടെ കൊടുത്തിട്ടുള്ള ആർട്ടിക്കിളുകൾ മാത്രമാണ് പറയണത്. ഇനി പ്രൊഹിബിഷൻ ഓഫ് ഡിസ്ക്രിമിനേഷൻ്റെ ആ ഒരു പ്രൊഹിബിഷൻ കൊടുക്കുമോ? എന്തിനാ കൊടുക്കണേ? അവരെ നമുക്ക് ഇംഗ്ലണ്ടുകാരനാണെന്ന് പറഞ്ഞ് ഡിസ്ക്രിമിനേറ്റ് ചെയ്യണ്ടേ? അതിന് നമുക്ക് 15 കൊടുക്കാൻ പറ്റുമോ? കൊടുക്കാൻ പറ്റില്ല. അവർക്ക് കൊടുത്തിട്ടില്ല. ആകെ നിയമത്തിന്റെ മുന്നിൽ മാത്രമാണ് അവർക്ക് ഈക്വാലിറ്റി കൊടുക്കുന്നത്. 16 കൊടുക്കുന്നുണ്ടോ? ഇല്ല. 16 എന്നിട്ട് ആ പബ്ലിക് എംപ്ലോയ്മെന്റിൽ അവർക്കും കൂടെ ജോലി കൊടുക്കാനാ. എന്നിട്ട് വേണം ഞങ്ങൾ വെറുതെ വീട്ടിൽ കുത്തിരിക്കാൻ. അത് ഞങ്ങൾ സമ്മതിക്കില്ല. 16 ഇത് ഞങ്ങളുടെ രാജ്യം, ഞങ്ങളുടെ ഗവൺമെന്റ്, ഞങ്ങളുടെ കാര്യങ്ങൾ ഇവിടെ നടക്കുള്ളൂ. പിന്നെ 17 എബോളിഷൻ ഓഫ് അൺടച്ചബിലിറ്റി, അതിന് അവർക്ക് കൊടുക്കേണ്ട ആവശ്യം. പിന്നെ എബോളിഷൻ ഓഫ് ടൈറ്റിൽസ്, അവരുടെ ടൈറ്റിൽസ് എടുത്ത് കളയാൻ പറ്റുമോ? കാരണം അവർ ഇംഗ്ലണ്ടിൽ നിന്നൊക്കെ വരുന്നതാണ്. എലിസബത്ത് രാജകുമാരി വരുമ്പോൾ പറയാണ്, എലിസബത്ത് രാജകുമാരി നിങ്ങൾക്ക് ഇവിടെ ടൈറ്റിൽ ഉപയോഗിക്കാൻ പറ്റില്ല. അങ്ങനെയൊക്കെ പറയാൻ പറ്റില്ല. ഏതെങ്കിലും രാജകുമാരിയോ രാജാവോ വരുമ്പോൾ നമുക്ക് പറയാൻ പറ്റുമോ? പറ്റില്ല. അതുകൊണ്ടാണ് ആ കാര്യങ്ങളൊന്നും അവിടെ നമ്മൾ ഫോറിനേഴ്സിൻ്റെ കാര്യത്തിൽ നമ്മൾ കൊടുക്കാത്തത്. അപ്പോൾ ഫോറിനേഴ്സിന് ആകെ ഒരു ഈക്വാലിറ്റി മാത്രമേ നമ്മൾ കൊടുക്കുന്നുള്ളൂ, നിയമത്തിൻ്റെ മുന്നിലുള്ള ഈക്വാലിറ്റി. ഇനി അവർക്ക് ഈ ഫ്രീഡം ഓഫ് സ്പീച്ച് ആൻഡ് എക്സ്പ്രഷൻ എല്ലാം കൊടുക്കുന്നുണ്ടോ? അവർക്ക് എന്തും വന്നിട്ട് ഇവിടെ വന്നിട്ട് വിളിച്ചു പറയാം. ഒരു മൈക്കൊക്കെ എടുത്തിട്ട് ഞങ്ങൾക്ക് ഇവിടെ ഒരു പ്രതിഷേധം നടത്തണം, ഞങ്ങൾ ഇംഗ്ലണ്ടുകാരാണെന്ന് പറഞ്ഞിട്ട് ഇവിടെ പ്രതിഷേധം നടത്താനോ അല്ലെങ്കിൽ ആരെങ്കിലുമൊക്കെ കൂട്ടിച്ചേർത്ത് എന്താ പറയുക നമ്മളുടെ ഗവൺമെന്റിനെതിരെ ഒരു പ്രക്ഷോഭം നടത്താനോ അവർക്ക് പറ്റുമോ? ഇല്ല. അവർ ചിലപ്പോൾ ഇൻ കേസ് അവരിങ്ങനെ ആൾക്കാരെ അസംബിൾ ചെയ്യിക്കുമ്പോൾ അവരത് നമ്മളുടെ ഗവൺമെന്റിനെതിരെ ഉപയോഗിച്ചാലോ? അപ്പോൾ ഫോറിനേഴ്സിന് വേണ്ടി നമുക്ക് അങ്ങനത്തെ ഒരു അവകാശം കൊടുക്കാൻ പറ്റുമോ? പറ്റില്ല. അതുകൊണ്ട് തന്നെ ആർട്ടിക്കിൾ 19 അവർക്കില്ല. കോമൺ സെൻസ് ഉപയോഗിച്ചാൽ മതി. ഇനി അടുത്തത് ആർട്ടിക്കിൾ 20 കൺവിക്ഷൻ ഓഫ് ഒഫൻസസ്, അവരുടെ മേൽ കുറ്റം ചുമത്തണ നേരത്തെ അവർക്ക് പ്രൊട്ടക്ഷൻ കൊടുക്കണ്ടേ? എടാ പാവങ്ങളല്ലേ, അവരിവിടെ വന്നു എന്നല്ലേ ഉള്ളൂ. അവരെ വെറുതെ കുറ്റം ചുമത്തി എന്താ പറയുക കേസ് ചുമത്തി നമ്മൾ പോലീസ് സ്റ്റേഷനിൽ അല്ലെങ്കിൽ ജയിലിൽ കൊണ്ടിടാൻ പറ്റില്ലല്ലോ. അവർക്ക് എന്തെങ്കിലുമൊക്കെ പ്രൊട്ടക്ഷൻ കൊടുക്കണ്ടേ? നിയമത്തിന്റെ മുന്നിൽ അവർക്ക് പ്രൊട്ടക്ഷൻ ഉണ്ട്. അപ്പോൾ ഇവിടെയും കൊടുക്കണം. അപ്പോൾ ഇത് അവർക്കുണ്ട്, 20 അവർക്കുണ്ട്. അപ്പോൾ നമ്മളുടെ ഫ്രീഡം ഓഫ് സ്പീച്ച് ആൻഡ് എക്സ്പ്രഷൻ, ആ ഒരു ഫ്രീഡം, റൈറ്റ് ടു ഫ്രീഡത്തിന്റെ ഉള്ളിൽ ആകെ വരുന്നത് 20 വന്നു. ഇനി റൈറ്റ് ടു ലൈഫ്, ജീവിച്ച് പൊക്കോട്ടെ. ഫോറിനേഴ്സ് ആണെങ്കിൽ എന്താ റൈറ്റ് ടു ലൈഫ് കൊടുക്കണ്ടേ? അപ്പോൾ ആർട്ടിക്കിൾ 21 അവർക്ക് കൊടുക്കുന്നുണ്ട്. ഇനി ആർട്ടിക്കിൾ 21A അവർക്ക് കൊടുക്കുന്നുണ്ട്. റൈറ്റ് ടു എലമെന്ററി എഡ്യൂക്കേഷൻ, സ്കൂളിലൊക്കെ പൊക്കോട്ടോ. അമേരിക്കക്കാരനെ മോനാന്ന് വിചാരിച്ച് പഠിക്കാണ്ടിരിക്കാൻ പറ്റുമോ ഇവിടെ ഇന്ത്യയിൽ വന്നിട്ട്? അപ്പോൾ എലമെന്ററി എഡ്യൂക്കേഷൻ അവർക്ക് കൊടുക്കുന്നുണ്ട്. ഇനി ആർട്ടിക്കിൾ 22 വരുമ്പോൾ റൈറ്റ് അഗെയിൻസ്റ്റ് അറസ്റ്റ്, ഇത് അവർക്ക് കൊടുക്കണ്ടേ? ഇവർക്ക് കൊടുക്കണം, പ്രൊട്ടക്ഷൻ കൊടുക്കണം. അവരെ വെറുതെ പിടിച്ച് അറസ്റ്റ് ചെയ്യാനൊന്നും പറ്റില്ലല്ലോ. അപ്പോൾ അവരെ വെറുതെ പിടിച്ച് അറസ്റ്റ് ചെയ്യാൻ പറ്റാത്തതുകൊണ്ടാണ് റൈറ്റ് അഗെയിൻസ്റ്റ് അറസ്റ്റും കൂടെ അവർക്ക് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ അവരെ വെറുതെ പിടിച്ച് അറസ്റ്റ് ചെയ്യാൻ പറ്റില്ല, എന്തെങ്കിലും കാരണം കൊണ്ട് അറസ്റ്റ് ചെയ്യാൻ പറ്റും. പിന്നെ ഇത് ഫോറിനേഴ്സിനാണ് കൊടുത്തിട്ടുള്ളത്. എനിമി ഏലിയൻസിനെ വേണമെങ്കിൽ അറസ്റ്റ് ചെയ്യാം കേട്ടോ, അത് വേറൊരു കാര്യം. ഫോറിനേഴ്സിന് റൈറ്റ് അഗെയിൻസ്റ്റ് അറസ്റ്റും കൊടുത്തിട്ടുണ്ട്. അവരെ ഡീറ്റെയിൻ ചെയ്യുന്നതിലും അറസ്റ്റ് ചെയ്യുന്നതിലൊക്കെ നമുക്ക് ഒരു എന്താ പറയുക ഒരു ലിമിറ്റേഷൻ ഉണ്ട്. വെറുതെ ഇംഗ്ലണ്ടിൽ നിന്ന് ഒരാൾ ഇന്ത്യ കാണാൻ വന്നു, നമ്മൾ നേരെ പിടിച്ച് അറസ്റ്റ് ചെയ്താലോ? അത് തെറ്റല്ലേ? അതുകൊണ്ടാണ് ഇവിടെ റൈറ്റ് അഗെയിൻസ്റ്റ് അറസ്റ്റ് കൊടുത്തിട്ടുള്ളത്. ഇനി ആർട്ടിക്കിൾ 23 ഹ്യൂമൻ ട്രാഫിക്കിങ്ങിന്റെ കാര്യം, അവിടെയും പ്രൊട്ടക്ഷൻ കൊടുക്കണ്ടേ? ഈ പാവങ്ങളെ പിടിച്ച് ആർക്കെങ്കിലുമൊക്കെ വിറ്റാലോ? സായിപ്പ് വന്നു മദാമിനെ പിടിച്ച് വിറ്റാലോ? ശരിയല്ലല്ലോ. ഫോഴ്സ്ഡ് ലേബർ അവരെയും കൊണ്ട് ചെയ്യിപ്പിക്കാൻ പാടില്ലല്ലോ. അപ്പോൾ അതും അവർക്ക് കൊടുക്കുന്നുണ്ട്. ചൈൽഡ് എംപ്ലോയ്മെന്റ് കാര്യം, ചൈൽഡ് എംപ്ലോയ്മെന്റും എന്തായാലും നമ്മളുടെ സായിപ്പുമാരാണെങ്കിലും അവരുടെ മക്കളെയും പിടിച്ച് ഇവിടെ പണിയിൽ വെക്കരുത്. സായിപ്പ് മാത്രമല്ലല്ലോ, മാൽദീവ്സിന്നോ ബംഗ്ലാദേശിന്നോ പിള്ളേരെ പിടിച്ചുകൊണ്ട് വന്നിട്ട് ഇവിടെ പണിയെടുപ്പിച്ചാലോ? അപ്പോൾ ആ പ്രൊട്ടക്ഷൻ അവർക്ക് കൊടുക്കുന്നുണ്ട്. പിന്നെ 25 റൈറ്റ് ടു പ്രാക്ടീസ് റിലീജിയൻ, എടാ അവർ മതങ്ങൾ ഫോളോ ചെയ്തോട്ടാ, ആർക്കാ കുറ്റം? അപ്പോൾ റൈറ്റ് ടു പ്രാക്ടീസ് റിലീജിയനും ഉണ്ട്. പിന്നെ ആർട്ടിക്കിൾ 26 ഫ്രീഡം ടു മാനേജ് റിലീജിയസ് അഫയേഴ്സ് ഉണ്ട്. 27 നോ ടാക്സ് ഇല്ല. 28 മതത്തിന്റെ കാര്യത്തിൽ ഫോറിനർ ആണോ ഇന്ത്യക്കാരനാണോ എന്നൊന്നും ഇന്ത്യക്ക് ഒരു നോട്ടമില്ല. നിങ്ങൾ ആരാണോ ഇവിടെ വന്നിട്ട് കാര്യങ്ങൾ ചെയ്തോ. ഇപ്പൊ അമൃതാനന്ദയുടെ അവിടെയൊക്കെ കുറെ സായിപ്പുമാരും മദാരമ്മമാരൊക്കെ വരാറില്ലേ? അപ്പൊ അതുമാതിരി കുറെ കാര്യങ്ങൾ. ഇനി 29 അവർക്കുണ്ടോ ഈ എന്താ പറയാ അവർക്ക് ഫ്രീഡം, അവർക്ക് അവരുടെ കൾച്ചർ പ്രൊട്ടക്ട് ചെയ്യാനായിട്ട്? ഇല്ല.
ഇംഗ്ലണ്ടുകാരുടെ കൾച്ചർ നമ്മൾ പ്രൊട്ടക്ട് ചെയ്യണം. നമ്മൾ ഇവിടുത്തെ കൾച്ചർ തന്നെ പ്രൊട്ടക്ട് ചെയ്യാൻ പറ്റണില്ല, പിന്നെയാണ് ഇംഗ്ലണ്ടുകാരുടെ കൾച്ചർ. അപ്പോൾ 29 അവർക്കില്ല. പിന്നെ 30 അവർക്ക് സ്വന്തമായിട്ട് എഡ്യൂക്കേഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് തുടക്കാനുള്ള ഒരു റൈറ്റ് കൊടുക്കേണ്ട ആവശ്യമുണ്ടോ? ഇല്ല, അതുമില്ല. പിന്നെ 32 അവർക്ക് കൊടുക്കേണ്ട ആവശ്യമുണ്ടോ? 32 അവർക്ക് കൊടുക്കേണ്ട. കോൺസ്റ്റിറ്റ്യൂഷണൽ റെമഡീസ് എന്തിനാ അവർക്ക്? അവരിവിടെ വന്നിട്ട് ഇതിൻ്റെ കാര്യത്തിലൊക്കെ പറഞ്ഞിട്ട് അവർ കേസ് കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. എൻ്റെ മൗലികാവകാശം കളഞ്ഞെന്നും പറഞ്ഞിട്ട് അത് കൊടുക്കാൻ പറ്റില്ല. അപ്പോൾ നമ്മളൊന്ന് ബ്രീഫായിട്ട് നോക്കുമ്പോൾ ഈക്വാലിറ്റിയിൽ അവർക്ക് കൊടുത്തിട്ടുള്ളത് ആകെ ഒരൊറ്റ റൈറ്റാണ്. അതേതാ? റൈറ്റ് ടു ഈക്വാലിറ്റി ബിഫോർ ലോ. പിന്നെ നമ്മളുടെ റൈറ്റ് ടു ഫ്രീഡത്തിലോട്ട് വന്നപ്പോൾ നമ്മളുടെ ഇവിടുത്തെ ഫ്രീഡം ഓഫ് സ്പീച്ച് ആൻഡ് എക്സ്പ്രഷൻ മാത്രം അവർക്ക് കൊടുത്തില്ല. അറസ്റ്റിനെതിരെ അവർക്ക് റൈറ്റ് ഉണ്ട്, കൺവിക്ഷൻ ഓഫ് ഒഫൻസസിനെതിരെ അവർക്ക് റൈറ്റ് ഉണ്ട്, എലമെൻ്ററി എഡ്യൂക്കേഷന് വേണ്ടിയിട്ട് അവർക്ക് റൈറ്റ് ഉണ്ട്, അതുപോലെ തന്നെ റൈറ്റ് ടു ലൈഫും അവർക്കുണ്ട്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ അവർക്ക് എൻഷുർ ചെയ്ത് കൊടുത്തു. റിലീജിയൻ്റെ കാര്യം വന്നപ്പോൾ എല്ലാവർക്കും എൻഷുർ ചെയ്ത് കൊടുത്തു. എക്സ്പ്ലോയിറ്റേഷൻ്റെ കാര്യം വന്നപ്പോഴും അവർക്ക് എല്ലാം അലോ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ മൈനോറിറ്റി എഡ്യൂക്കേഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻസിൻ്റെ കാര്യവും അവരുടെ കൾച്ചറിൻ്റെ കാര്യവും വന്നപ്പോൾ അവർക്ക് എല്ലാം കൊടുത്തിട്ടില്ല. അപ്പോൾ ഈക്വാലിറ്റിയിൽ 14 മാത്രം. ഫ്രീഡം ഓഫ് സ്പീച്ച് ആൻഡ് എക്സ്പ്രഷൻ്റെ ആ ഒരു റൈറ്റ് ടു ഫ്രീഡത്തിൻ്റെ ഉള്ളിൽ 19 മാത്രം കൊടുത്തിട്ടില്ല, ബാക്കിയെല്ലാം കൊടുത്തിട്ടുണ്ട്. റിലീജിയൻ്റെ കാര്യം വന്നപ്പോൾ എല്ലാം കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്മളുടെ എക്സ്പ്ലോയിറ്റേഷൻ്റെ കാര്യം വന്നപ്പോൾ എല്ലാം കൊടുത്തിട്ടുണ്ട്. എഡ്യൂക്കേഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻ, കൾച്ചറൽ ആൻഡ് മൈനോറിറ്റി റൈറ്റ്സ് വന്നപ്പോൾ അവർക്ക് ഒന്നും കൊടുത്തിട്ടില്ല. കൾച്ചറൽ ആൻഡ് എഡ്യൂക്കേഷണൽ റൈറ്റ്സിൽ മാത്രമാണ് അവർക്ക് ഒന്നും കൊടുക്കാത്തത്. പിന്നെ കോൺസ്റ്റിറ്റ്യൂഷണൽ റെമഡീസും അവർക്ക് കൊടുത്തിട്ടില്ല. അപ്പോൾ ഇത്രയാണ് ഫോറിനേഴ്സും നമ്മുടെ ഇന്ത്യക്കാരും തമ്മിലുള്ള മൗലിക അവകാശങ്ങളുടെ കാര്യത്തിലുള്ള വ്യത്യാസം. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നല്ല ഡീറ്റെയിൽ ആയിട്ട് നോക്കി വയ്ക്കുക. ടെക്സ്റ്റ് ബുക്ക് മാക്സിമം വായിക്കാൻ ശ്രമിക്കുക. ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ചാപ്റ്റർ 7 ഫണ്ടമെന്റൽ റൈറ്റ്സ് ഇന്ത്യൻ പോളിറ്റി ബൈ എം ലക്ഷ്മികാന്തിൽ നിങ്ങൾക്ക് ഇതൊക്കെ കാണാൻ പറ്റും, ഈ ഒരു ക്ലാസിഫിക്കേഷൻ ഒക്കെ കാണാൻ പറ്റും. അത് എത്രയും പെട്ടെന്ന് തന്നെ ഈ ക്ലാസ് കഴിയുമ്പോൾ തന്നെ വായിക്കാൻ ശ്രമിക്കുക. അപ്പം മറ്റൊരു ക്ലാസ്സുമായി കാണുന്നത് വരെ ബൈ.